കർത്താവിന്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകും നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഈ ഭൂമിയിൽ വെച്ചിങ്ങനെ സംഗമിപ്പാൻ സർവശക്തനായ കർത്താവ് നൽകിയ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. ഇന്ന് രാത്രി നമ്മൾ വളരെ ഗൗരവമുള്ള ദൈവവചനത്തിൽ നിന്ന് ഏതൊരു ദൈവമക്കളും ദൈവമകനും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, അനുദിന ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരേണ്ട മൂല്യതയുള്ള ഒരു ഭാഗത്തേക്ക് നാം ഇന്ന് രാത്രി ദൈവാത്മാവിൽ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയുന്നവർ എൻ്റെ കൂടെ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരണമെന്ന് ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. ഇന്നലെ പകല് സഭായോഗത്തിൽ ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം പഠിപ്പിച്ചിരുന്നു. ആ ഭാഗങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബിനകത്ത് കയറി ആ ഇന്നലത്തെ മെസ്സേജ് കേൾക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും അത് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം ഞാൻ പ്രഥമ ദൃഷ്ടിയാൽ ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണത്. പ്രസംഗമല്ല, അത് നിങ്ങൾ ഗ്രഹിച്ചിരിക്കേണ്ട, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവാത്മ ഒരുക്കിയിരിക്കുന്ന വാതിലുകൾ, മേഖലകൾ നിങ്ങൾ കാണുകയും ആ തലത്തിലേക്ക് നിങ്ങൾ വളരുകയും ചെയ്യേണ്ടതിന് നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാൻ ദൈവം ഒരു ജീവന്റെ പുതുവഴി തുറന്നു വെച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ രാവിലെ കാണുവാനിടയാത്തുന്നു. അത് പുതിയ ഉടമ്പടിയുടെ റിസൾട്ടാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയ സൺഷിപ്പിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ദൈവാത്മാവിനാൽ ഇറങ്ങി വരികയാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിയുന്നവരൊക്കെ വീഡിയോകൾ ഓൺ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു വലിയ പകർച്ച ദൈവാത്മ പകരുവാനായിട്ട് നിങ്ങൾ ഈ തലത്തിലേക്ക് വളരുക. ഈ ഒരു മീറ്റിംഗ്, 1 മണിക്കൂർ നേരത്തെ മീറ്റിംഗ് നന്നാകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിലനിൽക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ ദൈവാത്മാവിനാൽ വളരുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കിന്ന് രാത്രി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ ഉള്ള വാക്യങ്ങൾ, സത്യത്തിൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി വായിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ വായിക്കണം ഒരാൾ. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പൊതുവിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാൻ കഴിയുന്ന ഒരാൾ ശബ്ദമുയർത്തി വായിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടുന്നതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും. 23-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. ബൈബിളിലുള്ള എല്ലാവരും ആ വാക്യം ഞാൻ ഡിസ്പ്ലേ ഇട്ടേനെ, ഞാനല്ല പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ ഡിസ്പ്ലേ ഇട്ടേനെ. 23-ാം വാക്യം ബൈബിളുള്ളവരെല്ലാവരും ഒന്ന് നോക്കി വായിച്ച്. എല്ലാറ്റിലും വായിച്ചോ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ. സ്തോത്രം. ഞാൻ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു വന്നപ്പോൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു. ബൈബിൾ നിങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിനകത്ത് നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന, കർത്താവ് നിങ്ങളെ നടത്തുന്ന, കർത്താവ് നിങ്ങളെ കരുതുന്ന, കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്ന, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇങ്ങനെയുള്ള കണ്ടമാനം വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിനകത്ത് കാണാം. സാധാരണഗതിയിൽ ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ആളുകൾ സ്തോത്രം പറയുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ദൈവാത്മാവ് ആരോടെങ്കിലും ദൂതുകൾ പറയാൻ തുടങ്ങിയാൽ സാധാരണഗതിയിൽ
പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങുകളുടെ അകത്താണെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തു വരുന്നത് കാണാം. നല്ല കാര്യമാണ്. അവർ വേദനയിൽ ഇരിക്കുന്നത് കൊണ്ട് അവരോട് ദൈവാത്മാവ് ഒരു വാക്ക് സംസാരിക്കുമോ എന്ന് അറിയാനാണ് അവർ വീഡിയോകൾ ഓൺ ചെയ്തു വരുന്നത്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പരിതാപകരമായിട്ടല്ല, എന്താ പറയുക, പരാതിയായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾ അത് വന്നത് തെറ്റാ എന്നുള്ള അർത്ഥത്തിലല്ല. ഇനി സഭയ്ക്കകത്ത് ദൈവദാസന്മാർ പ്രവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുവരെ കുമ്പിട്ടിരുന്ന ആളുകൾ കൃപാവരങ്ങളുടെ മിനിസ്ട്രി ഓപ്പൺ ആകുമ്പോൾ ഉടൻ തന്നെ തല നിവർത്തി വരുന്നത് കാണാം. കാരണം അവർക്ക് ഒരു ദൂത് അവർക്ക് അവരുടെ വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതും ഒരു പരിധി വരെ വിശ്വാസത്തിൽ നിന്നാണ്. അവർ ആഗ്രഹിക്കുന്നു, അവരുടെ ദൂത് ദൈവം അവരോട് സംസാരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് കൊതിയോടെ അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ ആ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായി നമുക്കതിനെ വേണമെങ്കിൽ വിമർശിക്കാമെങ്കിലും അതിൽ ഒരു ഭാഗം നന്മയുള്ളത്, അവർ ദൈവത്തിൽ നിന്ന് ഇപ്പോഴും പ്രതീക്ഷയുള്ളവരാണ്. അവർ അടച്ചു വെച്ച് പോയവരല്ലല്ലോ, സീരിയൽ കാണാനിരിക്കുന്നവരല്ലല്ലോ എന്ന് നല്ല ഭാഗം അതിനകത്തുണ്ടെന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് പറയാൻ കാരണം, ഇങ്ങനെ ദൈവം ഒരു കാര്യം ചെയ്യും എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് സന്തോഷം വരും, ആനന്ദം വരും, പ്രത്യാശ വരും, നമ്മൾ കർത്താവിനെ ആരാധിക്കും. പക്ഷേ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം, കണ്ടമാനം പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ടും പലപ്പോഴും മറുപടികളൊന്നും കിട്ടാതെ തകർന്നവരെ, ഉടഞ്ഞവരെ, ഉലഞ്ഞവരെ എനിക്കറിയാം. നമ്മുടെ ചർച്ചിനകത്ത് തന്നെ കണ്ടമാനം ദൈവദാസന്മാർ വന്നു. അവരെല്ലാവരും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവദാസനാണ്. പലപ്പോഴും ദേവദാസന്മാർ വന്നിട്ട് പറഞ്ഞ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ 2 മാസത്തിനുള്ളിൽ ചർച്ച നിറഞ്ഞു കവിയും, ഇവിടെ നിന്ന് ഇപ്പം മാറുമെന്നൊക്കെ ദേവദാസന്മാർ വന്ന് പ്രവചിച്ച പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ദൂത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളോട് പറഞ്ഞ ദൂതുകൾ അച്ചട്ടായി നിവർത്തിക്കപ്പെടുകയും എന്നാൽ ഇങ്ങനെ പറഞ്ഞ പല ദൂതുകൾ നിവർത്തിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടിട്ട് ചിലർക്ക് നിരാശകൾ വരാറുണ്ട്. ചിലർ പ്രവചന ശുശ്രൂഷയെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് കോഴിക്കോടിന് പോകുമ്പോൾ എൻ്റെ കൂടെ ട്രെയിനിനകത്ത് എനിക്കൊരു ഫാമിലിയെ കിട്ടി. അവർ ഞങ്ങൾ ഇനി ചർച്ചിൽ പോകുന്നില്ല പാസ്റ്റേ. ചോദിച്ചാൽ എന്താ കാര്യം? നമുക്കറിയാവുന്ന ഫാമിലിയാണ്, നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധമുള്ള ഫാമിലിയാണ്. ഞങ്ങൾ ഇനി ചർച്ചിലേക്ക് പോകുന്നില്ല. അവരവിടെ കോഴിക്കോട് ചർച്ചിലാണ്. ഏത് പ്രവാചകം വന്നാലും പറയും അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചുണ്ടാവും. ഞങ്ങൾ കേട്ട് മടുത്തു. ഞങ്ങൾക്ക് ഇനി കൊച്ചു വേണ്ട, ഞങ്ങൾക്ക് ഈ ദൂതൊന്നും നിർത്തിത്തരാൻ വല്ല മാർഗമുണ്ട്. ഞങ്ങൾക്ക് കൊച്ച് ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ പോലും വന്ന പ്രവാചകം പറയും നിങ്ങൾക്ക് മക്കളില്ല, അടുത്ത വർഷം മക്കൾ. ഇനി അഥവാ പ്രവാചകം മിണ്ടിയില്ലേ, പാസ്റ്റർ ഞങ്ങളെ മുമ്പിലേക്ക് വിളിച്ചിട്ട് വരുമ്പോൾ ഇവർക്ക് കൊച്ചില്ലെന്ന് പറയും. ഉടൻ തന്നെ പാസ്റ്റർ പറയും, വന്ന പ്രവാചകം പറയും അടുത്തയാണ്ട് ഈ നേരത്ത് ഹന്ന പ്രാർത്ഥനയുടെ മറുപടി കണ്ടതുപോലെ മറുപടി കാണും. 1 മാസം കഴിയുമ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും വല്ല മാറ്റമുണ്ടോ എന്ന്. ഞങ്ങൾ ഇനി പോകുന്നില്ല പാസ്റ്ററേ എന്ന് പറഞ്ഞു. ഞാൻ അവരോട് അന്ന് ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ സമയത്തോളം എടുത്ത് ഞാൻ അവർക്ക് ദൈവവചനത്തിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ ദൈവാത്മാവിനാൽ പഠിപ്പിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനുശേഷം അവരോട് പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്റേ ആരെന്ത് പറഞ്ഞാലും ഏതൊക്കെ വാക്കുകൾ പറഞ്ഞാലും ഞങ്ങൾ ഇനി ദൈവത്തെ വിടുന്ന പരിപാടിയില്ല. ഞങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾ നിത്യത വരെ കർത്താവിനോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുമെന്ന തീരുമാനത്തിലേക്ക് അവരെത്തുവാൻ യാത്ര. ഞാൻ ഈ പ്രാരംഭത്തിൽ ഇത് ഓർപ്പിക്കാൻ കാരണം, ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യതകൾ അറിയാതെ നമ്മൾ വാക്തത്വങ്ങൾ മാത്രം കേട്ട് സ്തോത്രം പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരാംശം. വാക്തത്വങ്ങൾ കേൾക്കുമ്പോൾ നിരാകരിക്കേണ്ട, സ്തോത്രം പറഞ്ഞോളൂ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ മറ്റൊരു പരിചയം ഉണ്ടാക്കിയെടുക്കണം. അതെന്താണെന്ന് അറിയാമോ? ദൈവം നൽകാമെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ ഡീല് കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയുന്നു, ദൈവം തരാമെന്ന് പറഞ്ഞ സകല വാക്തത്വങ്ങളും കാൽവറിയിൽ നമ്മുടെ വിൽപത്രമായി മാറിക്കഴിഞ്ഞു. അപ്പൊ കാൽവറിയിൽ നടന്നത് കേൾക്കുമ്പോൾ, കാൽവറിയിൽ എന്തു നടന്നു എന്ന യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന തലത്തിലേക്ക് നാം വളരുമ്പോഴാണ് വാക്തത്വങ്ങൾ അവകാശമായി വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാമയും കർത്താവിന് പറയണം. ഞാൻ ഒന്നുകൂടെ പറയാം, വാക്തത്വങ്ങൾ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നു, ഇനിയും കേൾക്കാൻ പോകുന്നു. നേരിട്ട് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞ വാക്തത്വം, ദൈവം നിങ്ങളെ കാണിച്ച സ്വപ്നങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ പറഞ്ഞത്, സഹോദരിമാർ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ കേട്ട ദൈവം നേരിട്ട് പറഞ്ഞത്, വചനത്തിൽ കൂടെ പറഞ്ഞത്, ഇങ്ങനെ അനേക വാക്തത്വങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ആ വാക്തത്വങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് നന്ദി പറഞ്ഞോ അതിനേക്കാൾ അധികമായി ദൈവം നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചത് കാണുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും പ്രഖ്യാപിക്കുവാനും അകത്ത് ബലം വ്യാപരിക്കുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവരവരുടെ ജീവിതത്തെ മാറ്റുന്നവരാണ്. മനസ്സിലാകുന്നെങ്കിൽ ഉറച്ചു കർത്താവിന് രാമ്യം പറയണം. അവരവരുടെ ജീവിതത്തെ തിരിക്കുന്നവരാണ്. അവർ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരല്ല. അവർ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, നിത്യതയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവർ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നവരാണ് എന്ന ഭാഗം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നറിയാമോ? അടുത്ത ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം, ആരാധന കൊടുക്കണം, നിങ്ങൾ അവന് സ്തോത്രം പറയണം, നിങ്ങൾ അവ പ്രഖ്യാപിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അവിടെ ഞാൻ ഇപ്പോൾ പ്രസാദ് ബ്രദറിനെ, മണ്ണുത്തുള്ള പ്രസാദ് ബ്രദറിനെ എനിക്ക് കാണാം. പ്രസാദ് ബ്രദറിന്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ ഞാൻ അതിനിടയിൽ ദൈവാത്മാവ് ദൂത് പറയാൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയില്ല. പ്രസാദ് ബ്രദറിന്റെ അവസ്ഥകളെ ദൈവം മുഴുവൻ മാറ്റാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ ദൈവാത്മാവ് എന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയില്ല. പക്ഷെ പ്രസാദ് ബ്രദർ ദൈവത്തിന് വാക്യങ്ങൾ കേൾക്കുമ്പോൾ, ഈ വചസ്സുകൾ കേൾക്കുമ്പോൾ, അത് എന്നോടുള്ള ബന്ധത്തിലാണെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. ഹലോ, ദൂത് കേട്ടിട്ടല്ല, യാഥാർത്ഥ്യം കേട്ടിട്ട്. ഹലോ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആരാണ്, ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്ന വെളിപ്പാടിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇനി വളരെ കാതലായ സാധാരണഗതിയിൽ നമ്മൾ വിചിന്തനം ചെയ്യാൻ തയ്യാറാകാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന്. ഒന്നും കൂടെ വായിച്ചോ, 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വാക്യം വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ വാക്യം ധ്യാനിച്ച് സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? പറയരുത്. അങ്ങാനും പറഞ്ഞാൽ നിറവ് വ്യാപരിച്ചാലോ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് അവനെ കൊടുത്തേക്കുക. ആരെ? ക്രിസ്തുവിനെ. അപ്പൊ ക്രിസ്തുവിനെ എന്തിനാ സഭയ്ക്ക് തന്നേക്കുന്നേ? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കാൻ. അപ്പൊ ആദ്യം നമുക്ക് ചിന്തിക്കണം, ആരാണ് സഭ? ആരാണ് സഭ? രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി ഒന്ന് പറഞ്ഞോ. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി വാക്യങ്ങളൊന്ന് പറഞ്ഞോ. രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ സഭയ്ക്കകത്താണ്. ഞാനിപ്പോൾ അവന്റെ ശരീരമാണ്. ഞാനിപ്പോൾ അവന്റെ സഭയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഭയായ എന്നെ നോക്കിക്കൊണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ. ഒന്ന് നന്ദി പറയാൻ പറ്റി പറഞ്ഞ, നീ ദൈവത്തിന്റെ നിറവാണെന്ന്. അത് ആരും ദൂത് പറയണ്ട മക്കളെ, ആരും ദൂത് പറയണ്ട. ആരും ദൂത് പറയാതെ സ്വർഗത്തിലേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിന്റെ നിറവാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ ആ വാക്യത്തിന് നിങ്ങൾക്ക് ബലം നൽകാനായിട്ട്, ഒന്നും കൂടെ ഉറപ്പ് നൽകാനായിട്ട്, നിങ്ങളുടെ അകത്ത് നിറവുണ്ടോ? ഈ നിറവുണ്ടെന്നുള്ള വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, ഈ നിറവ് നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് ഫില്ലാകാൻ തുടങ്ങും. നിങ്ങളുടെ സ്പിരിറ്റിനകത്താണ് ഇത് വ്യാപരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവരിലാണ് വ്യാപരിക്കുന്നത്. നാളെയല്ല, അടുത്ത 10 വർഷം കഴിഞ്ഞല്ല ഈ ദൂത, ഈ പ്രസംഗം, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രസംഗമല്ല, ഇതൊരു വെളിപ്പാടാകിയാൽ, ഇതൊരു സത്യമാകിയാൽ, ഇത് കേട്ട് പ്രതികരിക്കുന്നവരിൽ, ദൈവത്തിന് നന്ദി പറയുന്നവരിൽ, വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിക്കാൻ തുടങ്ങും. ഈ നിറവ് നിങ്ങളിൽ ഓപ്പൺ ആകാൻ തുടങ്ങും. ഈ നിറവ് നിങ്ങളുടെ ഭവനങ്ങളിൽ തുറക്കാൻ തുടങ്ങും. അത് നാളെ രാത്രിയല്ല,
ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തളങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ കൂട്ടുബന്ധങ്ങളിൽ ഈ നിറവ് അവൻ തുറക്കാൻ വിശ്വസ്തനാണ്. തുറന്നേ പറ്റൂ. ഇത് അവന്റെ വചനമാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വന്ന ഭാഗം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ. അവൻ നമ്മെ നിറയ്ക്കുകയാണ്. ആരിൽ? പുത്രനിലൂടെ നിറയ്ക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അതിനു മുമ്പ് നിങ്ങൾ, നമ്മെ നിറയ്ക്കുന്നത് ക്രിസ്തു അല്ലേ? അപ്പം ക്രിസ്തുവിലൂടെയല്ലേ നമ്മെ നിറയ്ക്കുന്നത്? അപ്പം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം നമുക്ക് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഞാൻ ഈ ഭാഗം നമ്മുടെ പ്രസാദങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചത്. കൊലോസ് ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നേ. എഫേസ് ലേഖനം കളയരുത്. നമ്മളിപ്പോൾ അവിടേക്ക് ഇപ്പോൾ തന്നെ വരും. എഫേസ് ലേഖനം, കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആ ക്രിസ്തുവാണ് ഇപ്പോൾ നമ്മിൽ വസിക്കുന്നത്. ആ ക്രിസ്തുവാണ് ഇപ്പോൾ ജെന്നിഫറിന്റെ അകത്ത് വസിക്കുന്നത്. മോളെ, നീ കേൾക്കുന്നുണ്ടോ? അപ്പൊ നിന്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവന്റെ അകത്ത് നിറവോടെ വ്യാപരിക്കുന്നു. അവൻ നിന്നിലൂടെ അവന്റെ നിറവുകൾ തുറക്കാൻ പോകുന്നു. അപ്പൊ ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്ന് തന്നെ നമ്മളെ നിശ്ചയം കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടാണോ? നമ്മൾ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് അവന്റെ നിറവുകൾ തുറക്കാനാണ്. അവന്റെ നിറവുകൾ നമ്മിലൂടെ തുറന്നു വരും. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവിക നിറവുകളെ അവൻ അവന്റെ സഭയുടെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സഭ ഉപദേശം പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അതിനേക്കാളപ്പുറമായി സഭ ദൈവത്തിന്റെ നിറവുകൾ പുത്രനിലൂടെ പകർന്നവർ തുറക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അർത്ഥാൽ നീ കർത്താവിന്റെ സഭയാണെങ്കിൽ നിന്നിലൂടെ നിറവുകൾ തുറക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോക്ക്ഡൌൺ വന്നത് എത്ര നന്നായി. ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുമിച്ച് അവന്റെ നിറവുകളെ കുറിച്ച് ധ്യാനിക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ നാം ഒരുമിച്ച് തൃശ്ശൂർ 2, 3, 4, 5 ദിവസം കൂടും. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ തന്നെ 21 സെക്ഷൻ നമ്മൾ ഒരുമിച്ച് കൂടി അവന്റെ വചനം ധ്യാനിച്ച് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിലൂടെ അവൻ അവന്റെ നിറവുകൾ തുറക്കും. ഒരു മിനിറ്റ് ഒന്ന് നന്ദി പറഞ്ഞു യേശുവിന്. എന്നെ ദൈവം കണ്ടിരിക്കുന്നത് അവന്റെ നിറവുകൾ തുറക്കാനാണ്. കർത്താവ് എനിക്കൊരു കുടുംബം തന്നു, കർത്താവ് എനിക്ക് തലമുറകളെ തന്നു, കർത്താവ് എനിക്ക് ഭാര്യയെ തന്നു, കർത്താവ് എനിക്ക് ഭർത്താവിനെ തന്നു. പക്ഷെ അവനൊക്കെ അപ്പുറമായി എനിക്ക് കർത്താവ് അവനെ തന്നു. അവന്റെ നിറവുകൾ. ഓ റാം ധാനാര. ഒരു മിനിറ്റ് നന്ദി ഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അവന്റെ നിറവുകൾ തുറക്കുന്ന സഭ. നിന്റെ ഭവനത്തിനകത്ത് അത് തുറക്കും. നിന്റെ ഭവനത്തിനകത്ത് അത് തുറക്കും. നിന്റെ കുടുംബത്തിനകത്ത് അത് തുറക്കും. അത് കാണും. നിന്റെ ജോലി സ്ഥലത്ത്, ഓ റബാന, നിന്റെ പഠന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ അവനെ തുറക്കുന്നവനാകാൻ. റാംധാരാബാന ഹൽക്കവന. ഇന്ന് രാത്രി ആ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടക്കുന്ന കഴുകൻ കുഞ്ഞിനെ പോലെ ഇന്ന് രാത്രി അത് നിർത്തി നമുക്ക് ഒരുമിച്ച് പറക്കാം. നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു ലക്ഷ്യമുണ്ട്. റാംഭാബാന ഹൽക്കവന. മനസ്സിലാകുന്നവർ 1-2 മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. നീ ഒരു സൂപ്പർ നാച്ചുറൽ വ്യക്തിത്വമാണ്. നീ ഒരു അസാധാരണ വ്യക്തിത്വമാണ്. നീ ഒരു സാധാരണ മനുഷ്യനല്ല. നീ സംതിങ് സ്പെഷ്യൽ ആണ്. അതൊരു വ്യക്തി നിന്നോട് ദൂത് പറയണ്ട. അത് നിന്റെ ജനനം അങ്ങനെയാണ്. ഹോ റബാബ. വിശ്വാസത്തോടെ നന്ദി പറഞ്ഞു. പേൾ ഡൽഹി സിസ്റ്ററെ അങ്ങനെ നന്ദി പറഞ്ഞു. ദൈവം നിന്നെ സ്പെഷ്യലായി, ദൈവം നിന്നെ വ്യത്യസ്തയാൽ, ദൈവം നിന്നെ ഒരു അസാധാരണ തലത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നിന്നെ കണ്ടിരിക്കാൻ നിന്റെ ബലവനവന്റെ സൂപ്പർ നാച്ചുറൽ തലം ഓപ്പൺ ചെയ്യുകയാണ്. എനിക്ക് വചനം പഠിപ്പിക്കാനുണ്ട്. പക്ഷെ എന്നോട് ദൈവാത്മ പറയുന്നു, അവന് മുമ്പ് ചിലരുടെ മേൽ ഇന്ന് രാത്രി കർത്താവ് ആ തുറവികൾ തുറക്കുകയാണ്. സാഹചര്യങ്ങൾ കണ്ട്,
അവസ്ഥകൾ വിശദീകരിച്ച് അവന്റെ പുറകിൽ നടന്ന് തളരേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ സൂപ്പർ നാച്ചുറലായി ആ തലം തുറക്കേണ്ടവരാണ്. 1-2 മിനിറ്റുകൾ കരങ്ങൾ അടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സാന്നിധ്യം ഇറങ്ങും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ മഹത്വം ഇറങ്ങും. നിങ്ങളുടെ ബോഡി ആ നിറവുകളിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മ വലിച്ചടിപ്പിക്കുകയാണ്. റാഷാദാന അൽക്കമന ഘടകം നിറവുകൾ തുറക്കുന്നു. ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ നിറവുകൾ തുറക്കുന്നു. ഡെയ്സി ദേവദാസ്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ സ്പിരിറ്റിനകത്ത്, ജിഷ അനിൽ, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ആത്മാവിനകത്ത് ആത്മാവ് നിറവുകളെ തുറക്കുകയാണ്. റാഷാദാന ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ അകത്തതുണ്ട്. കർത്താവ് ഇന്ന് രാത്രി അത് കാണിക്കുകയാണ്. അവ കാണുമ്പോൾ ഇന്ന് രാത്രി അവനെ സ്പർശിക്കുന്നവർക്കായി സ്തോത്രം. നിറവുകൾ ഓപ്പൺ ആകട്ടെ. പരിശുദ്ധാത്മാവ് തുറന്നിട്ടിരിക്കുക. റൗഷാദാന ലഗദന ഗഡഗജന വൈശ്യപ്രൗഢമന അന്തൽ കടഗദന വൈശ്യസ്കനാദിന അൽക്കദന റിബാബവ ശംദൽ കടഗമന അൽക്കദന ജീതൽ കടഗമന. സംഗീത മനോജ് സിസ്റ്റർ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ആത്മാവിനകത്ത് ആത്മാവ് അതിന്റെ ആഴങ്ങൾ തുറക്കുകയാണ്. ചില പ്രത്യേക എൻകൗണ്ടറുകൾ, ചില പ്രത്യേക ശബ്ദങ്ങൾ നീ ഇതുവരെ അനുഭവിക്കാത്തവ, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്തവ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇത് തുറക്കുന്ന സീസണാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാണ്. റൗഷദന നിറവുകൾ ഓപ്പൺ ആകുന്നു. ഇത് വിശ്വസിക്കുക. നിറവുകൾ ലോജിക്കല്ല, ഇത് ഫെയ്ത്തിലാണ് ചലിക്കുന്നത്. ആന്റിയുടെ സ്പിരിറ്റിനകത്ത് ദൈവാത്മാവ് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത്, ഞാനിത് ഒന്നും കൂടെ ഈ ഭാഗം തെളിയിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ വായിച്ചത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിൽ? ക്രിസ്തുവിൽ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ക്രിസ്തുവാണ് നമ്മെ നിറയ്ക്കാൻ, നമ്മിലൂടെ ഒരു തലമുറയെ തൊടാൻ, നമ്മിലൂടെ ഈ സൃഷ്ടിയെ തൊടാൻ, നമ്മിലൂടെ പ്രകൃതിയെ തൊടാൻ. ആദാമിന്റെ പാപത്താൽ പ്രകൃതിക്ക് സംഭവിച്ച മായയിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ടുവരാൻ അവൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുക. അവൻ എന്റെ അകത്ത് വ്യാപരിക്കുക. അവൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുക. ഇന്ന് രാത്രി ഞാൻ അവന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ അകത്ത് വിശ്വാസമാകാൻ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് ആമേൻ പറയുക. നിങ്ങളുടെ അകത്ത് തുറക്കാൻ തുടങ്ങും. മോളെ സംഗീത, നിന്റെ കണ്ണുനീരിനെ മുഴുവൻ ദൈവം തുടച്ച്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി. നിന്റെ തകർന്ന അവസ്ഥയെ, നിന്റെ ഉടഞ്ഞ അവസ്ഥയെ, ജീവിതം വേണ്ട എന്ന് നീ ചിന്തിച്ച് ജീവിക്കുന്ന എന്തിനാണെന്ന് തകർന്ന ഹൃദയത്തോടെ, ഉടഞ്ഞ ഹൃദയത്തോടെ, ആത്മഹത്യക്ക് വേണ്ടി പോലും ജീവിതം അവസാനിപ്പിച്ച പോരെ എന്ന് ചിന്തിച്ച് നീ ഉടഞ്ഞത് ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കുന്നു. നിനക്കൊരു പിതാവുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ഈ ലോകം നിനക്ക് നൽകിയത് മുഴുവൻ വേദനയാണ്. ഈ ലോകം നിന്നെ ഉടച്ചു. നീ കരുതുമെന്ന് ചിന്തിച്ചവർ നിന്നെ ഉടച്ചു. നീ കരുതുമെന്ന് ചിന്തിച്ച നിന്നെ വലച്ചു. എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, വലച്ചിലുകളുടെ മടിവിൽ, കുഴച്ചിലുകളുടെ മടിവിൽ നിന്നെ പണിയുന്നവന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ്. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു വന്നെന്ന് ബൈബിൾ പറയുന്നു. ഒരു അപ്പോയിന്റഡ് ടൈം ദൈവം ഈ ഭൂമിയിൽ വരാൻ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വെച്ചിരുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമയമെന്ന്, നിന്നോടുള്ള ദൈവിക ഇടപെടലുകൾ ആഴമായി പരിശുദ്ധാത്മാവ് തുറക്കുന്ന സമയമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു.
കർത്താവ് നിന്നെ തൊടുന്നു. ഈ രാത്രി കർത്താവ് നിന്നെ തൊടുന്നു. കർത്താവിന്റെ മനസ്സിനെ തൊടുന്നു. കർത്താവിന്റെ ഹൃദയത്തെ പണിയുന്നു. നിന്റെ വിഷണ്ണ മനസ്സിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിച്ചു കളയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല എന്ന് കർത്താവ് പറയുക മാത്രമല്ല, അവന്റെ തൃക്കരം നിന്റെ മേൽ ചലിച്ചിറങ്ങുന്നവ വ്യക്തമായി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ആത്മാവ് നിന്നെ ആഴമായി ഇന്ന് രാത്രി കടന്നു പിടിക്കുന്നു. നിന്നെ തൊടുക മാത്രമല്ല, നീ വിശ്വസിച്ച് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കാമെങ്കിൽ, നീ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പഠിക്കാമെങ്കിൽ, നിന്നിലൂടെ ഒരു കൂട്ടത്തെ ദൈവം തൊടുമെന്നും ദൈവാത്മാവിന്റെ പകർച്ചകൾ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന്, തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവം ഉണ്ടെന്ന് നിന്നിലൂടെ ദൈവാത്മാവ് തെളിയിക്കുമെന്ന് ഒരു കൂട്ടത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കുമെന്നും നിന്നിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചലനം ആരംഭിക്കുന്നെന്ന് എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു. എനിക്ക് മോളെ, എനിക്ക് നിന്നിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഹോ ഷബാന, എന്തോ ഒരു പ്രത്യേക വഴിത്തിരിവിന്റെ ദിവസമാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന്. ലൗഷിബിനി ഘടകതന പല പ്രാവശ്യം ഞാൻ നിന്നെ സൂമിൽ കണ്ടിട്ടുണ്ടെങ്കിലും നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് ദൈവാത്മാവ് നിന്റെ ജീവിതത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ലോകബാന വൈശസ്കനഗതന നിന്റെ ഘടനകളെ മാറ്റുന്ന ഒരു വലിയ വെല്ലുവിളിയെ, നിന്റെ ഭവനത്തിനകത്തുള്ള ഒരു വലിയ വെല്ലുവിളിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതനിറങ്ങി വെട്ടിമാറ്റുന്ന കാഴ്ച. ഒരു വാർഫയർ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ നടക്കുന്നു. നീ അവന്റെ റിസൾട്ടുകൾ കാണും. നീ ചില റിസൾട്ടുകൾ കാണും. ഇന്നക്ക് 14 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ നടക്കുന്ന ഒരു സ്പിരിച്വൽ വാർഫെയറിന്റെ ഒരു മറുപടി പ്രത്യക്ഷത്തിൽ നീ നിന്റെ ജീവിതത്തിൽ കാണും. നീ പുറത്തു വരും. മുള്ളുകൾ വകഞ്ഞു മാറ്റി മുള്ളിനകത്തുള്ള ഒരു പുഷ്പത്തെ പുറത്തിറക്കുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ സുഗന്ധം വെളിപ്പെടുത്തുന്ന ഒരു മൂല്യമുള്ള മുത്തായി പരിശുദ്ധാത്മാവിനെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. ഫിലിപ്പിയർ കൊലോസ് ലേഖനം ഡെയ്സി ഡേവിസ് സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ മനസ്സ് വെമ്പുന്നത് വചനം പ്രസംഗിക്കാൻ. എനിക്ക് വചനം പ്രസംഗിക്കുന്നതിലാണ് ഞാൻ എന്റെ ഹരം കണ്ടെത്തുന്നത്. എന്റെ അകത്തുള്ള എന്റെ ആത്മാവിന്റെ സന്തോഷം എന്ന് പറയുന്നത് വചനം തെളിയുന്നതാണ്. ഇന്നലെ ഞാൻ ലിൻസിയോട് പോരുന്ന, ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല. ഇന്നലെ ലിൻസിയോട് ഞാൻ വരുന്ന വഴിക്ക് പോയത്, ലിൻസി നിങ്ങൾക്ക് മനസ്സിലായൊന്നും എനിക്കറിയില്ല, വേർഡ് ഇന്നലെ രാവിലെ ശുശ്രൂഷയിൽ അതിന്റെ പൂർണ്ണതയിൽ ഇന്നലെ രാവിലത്തെ സന്ദേശത്തിൽ തുറന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഇന്നുവരെ അങ്ങനെ പറയാറില്ല. ഇന്നലെ വണ്ടി വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം. അപ്പൊ എനിക്ക് സന്തോഷം ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം തുറക്കുന്നതാണ്. പക്ഷെ എന്നോട് ദൈവാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. ദൂത് പറയുന്നൊരു എന്താ പറയുക ലക്ഷ്യം എന്റെ അകത്തില്ല. പക്ഷെ ഡെയ്സി സിസ്റ്റർ പ്രാർത്ഥിച്ചോ, നിറവുകളിൽ നിന്ന് നിറവുകളിലേക്ക് ദൈവാത്മാവിനും എന്നെ ഉയർത്താനുണ്ട്. എന്നോട് സിസ്റ്റർ അത് തന്നെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിറവുകളിൽ നിന്ന് നിറവുകളിലേക്ക് വറ്റിപ്പോകാനല്ല. പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ച കിണറുകളെ വീണ്ടും തുറന്നതുപോലെ നിന്നിലിട്ട് അടിസ്ഥാനങ്ങളെ വാടിപ്പോകാൻ അനുവദിക്കാതെ, അത് ഉണങ്ങിപ്പോകാൻ അനുവദിക്കാതെ അതിനെ തുറന്ന് നിന്റെ സ്പിരിറ്റ്മാനെ പണവ നിറവുകളിലേക്ക് കൊണ്ടുവന്ന് ആ നിറവുകളിലൂടെ നിന്റെ മേൽ അവൻ വഴികൾ തുറക്കും.
നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്ന വഴികൾ മുഴുവൻ നിറവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, നീ കാണും, നീ നിരാശപ്പെടണ്ട, നീ കാണും, നീ നിറവുകളെ കാണും. നിറവുകൾ അകത്തു വരുന്നതിന്റെ റിസൾട്ടുകൾ നീ കാണും. അകത്തു വരുന്ന നിറവുകളുടെ റിസൾട്ടുകൾ നീ കാണും. നിറവുകൾ 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 ദൈവാത്മാവ് നിറവുകൾ നിന്റെ മേൽ തുറക്കുകയാണ്. ഞാൻ പുറകിലേക്ക് പോയോ, ഞാൻ തള്ളപ്പെട്ടു പോയോ, എനിക്ക് ആ തലത്തിലേക്ക് എത്താൻ പറ്റില്ല? ഇല്ല മോളെ. ആത്മാവ് നിന്നെ അവന്റെ കരത്തിനകത്ത് നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാണ്. ചില സാഹചര്യങ്ങൾ നിന്നെ വേദനിപ്പിച്ചു, ചില സാഹചര്യങ്ങൾ നിന്നെ ഉടച്ചു കളഞ്ഞു. പലപ്പോഴും ഈ അവസ്ഥയിലേക്ക് നോക്കി, സാഹചര്യത്തിലേക്ക് നോക്കി, പക്ഷേ നിറവുകളുമായി ഒരുവൻ നിന്നെ നിറയ്ക്കാൻ ആരംഭിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് കൃത്യതയോടെ ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാണ്. വായിഷദാന ഹൽക്കദനെ രാംദൽ കരകദന വൈശസ്കനാദിന അർക്കദന ജിബൽ പ്രൗഢമന ഘടകബന. സംഗീത നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കേട്ടോ, ഈ വചന ശുശ്രൂഷ നിന്റെ ജീവിതത്തിലെ തുറവികളിലേക്ക് കൊണ്ടുപോകുന്നു, നിന്റെ തുറവികളിലേക്ക് കൊണ്ടുപോകുന്നു. രാംധര ദിനാബവ ശംദൽ ഘടകദന അൽക്കമന റിബാബവ ശംദൽ ഘടകബന. നിന്നുള്ള ദൂത് ഞാൻ നിർത്തിയെങ്കിലും ആത്മാവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും ഇന്ന് രാത്രി. ഇന്ന് രാത്രി നിന്റെ രാത്രിയാണ്. പിടിച്ചുകൊള്ളൂ. ഈ ഓരോ വേർഡും നിന്റെ ശരീരത്തിനകത്തേക്ക്, നിന്റെ സ്പിരിറ്റിനകത്തേക്ക് പോലെ ഇടിച്ചു കയറി നിന്നെ പണിപെടുത്ത്, നിന്നെ രൂപപ്പെടുത്തിയെടുത്ത് ലംദരേദിന വൈശസ്കനാദിര വൈശസ്കനാദര ലഗനജനഗദന ഹൽക്കബനിഗദന ഗഡഗദന അമ്പൽ പ്രൗഢമന ഹത്തൽ ഘടകദിനി വൈശസ്കനാദിന ഹൽക്കബന ഗഡഗമന വൈശസ്കന. സിസ്റ്റർ വിനൂരിമ, നീ അനുഭവിക്കുന്ന ശാരീരിക പ്രതിസന്ധികളുണ്ട്, നീ അനുഭവിക്കുന്ന ശാരീരിക മാനസിക വ്യതകളുണ്ട്. അൽക്കബന മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ആശ്വാസത്തിലാണ് നീ നിന്റെ ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും ആ മീറ്റിംഗ് നിനക്കൊരു ആശ്വാസമായി മാറുന്നു. ആ മീറ്റിംഗ് നിനക്ക് ആശ്വാസമായി മാറുന്നു. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ഉടച്ചിലുകൾ മാറുന്നില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ചില സമയത്ത് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നെങ്കിലും നിന്റെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ, നിന്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ സാഹചര്യങ്ങൾ കഴിയാത്തവനാൽ നീ അവന്റെ മടുവിൽ ഉടയുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു നിന്നെ അവൻ നിറയ്ക്കാൻ പോവുകയാണ്. ഹാറാധന കഴിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ഒരു വിഷയമായിട്ട് ഇരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ആഴമായി ഇങ്ങനെ പ്രൊഫറ്റിക് മാൻഡിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് ആത്മാവ് പണിയാൻ, നമ്മൾ വചനം പഠിപ്പിക്കുന്നതിന് ജനത്തെ പണിയാനല്ലേ, ആത്മാവ് അത് തുറക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ആത്മാവ് ചലിക്കുന്നുണ്ട്, ഇതിനകത്ത് ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നിഷ സിസ്റ്റർ കുവൈറ്റ്, നിന്നെ കർത്താവിന് അങ്ങനെ പണിയാനുണ്ട്. റോബന, നീ ഉടയരുവ്. പ്രകനജനഘടകമന, സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. റബന ഘടകമന. വിനു സിസ്റ്ററെ, വിനു റീമ, അങ്ങനെ നീ പ്രാർത്ഥിക്കണം. ഈ തുടർമെടുക്കാൻ പോകുന്ന ഭാഗങ്ങൾ നീ ധ്യാനിക്കണം. അത് നിന്റെ വ്യക്തിത്വത്തെ പൊളിച്ചു പണിയും. നിന്റെ അകത്ത് ദൈവശക്തിയുടെ വലിയ വലിപ്പം വ്യാപരിക്കും. നീ കാണും, നീ മാനിഫെസ്റ്റേഷനുകൾ അനുഭവിക്കാൻ തുടങ്ങും. നിന്റെ മനസ്സിനകത്തുള്ള മുറിവുകൾ മാറി അവിടെ ദൈവിക സങ്കല്പങ്ങൾ വരാൻ തുടങ്ങും. അവിടെ ദൈവത്തിന്റെ വിളിയാനുള്ള ആശമറിയാൻ തുടങ്ങും. നീ ചിന്തിച്ചാൽ നിനക്ക് മറുപടിയില്ലാത്ത വേദനകളുടെ നടുവിലാണ് നീ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തതയോടെ എന്നോട് ഇടപെടുന്നു. നിന്നെ ഒരു പ്രയോജന പാത്രമായി, നിന്നെ ഒരു ഉപകാര പാത്രമായി. എനിക്കറിയില്ല, അങ്ങനെ വാക്യം ബൈബിൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഉപകാരപാത്രം എന്ന് പറഞ്ഞൊരു വാക്യം ബൈബിളിൽ ഇല്ല, എന്റെ ഓർമ്മയിലില്ല.
മാനപാത്രമെന്നുണ്ട്, തേജസ്സിന്റെ പാത്രമെന്നുണ്ട്, ഹീനപാത്രമെന്നുണ്ട്. പക്ഷെ എന്നോട് എന്റെ അകം പറയുന്നു, എന്റെ അകത്ത് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ട് നിന്നൊരു ഉപകാരപാത്രമായി, അനേകർക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു പാത്രമായി, അനേകരെ ആശ്വസിപ്പിക്കുന്ന, അനേകർക്ക് തുറന്നു കൊടുക്കുക. ഇന്ന് നിന്റെ കൈക്കകത്ത് ഒന്നുമില്ലെങ്കിലും അനേകർക്ക് തുറവികൾ തുറന്നു കൊടുക്കുക. ഹോ, ഒരു ഓപ്പണിംഗ് ദൈവം നിന്റെ മേൽ പകരുകയാ. ദൈവാത്മാവ് ചില ഡീലുകൾ നടത്തുന്നു നിന്നോട്. സ്വർഗീയ ട്രഷറികളുമായിട്ട്. എനിക്കറിയില്ല, ഇത് വേദശാസ്ത്രപരമായിട്ട് പറയാനും തെളിയിക്കാനൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം ബൈബിൾ ഞാൻ പഠിക്കുന്ന ആളാണ്. പക്ഷെ വേദശാസ്ത്രപരമായി ഇത് തെളിയിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിന്നോട് ദൈവാത്മാവ് പറയാൻ പറയുന്ന ദൂതാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സ്വർഗീയ നിധികളുമായി, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നത്. ബൈബിളിനകത്ത് വേദശാസ്ത്രപര തെളിയുന്നതല്ലത്. സ്വർഗീയ നിധികളുമായി സ്വർഗമിനെ കണക്ട് ചെയ്യുക. ഓ റബന ഹത്തരാദിന ശന്തലാദിന റബഷ് ശന്തൽ കടകദന ലഗദന ഗടഗദന ഹഷസ് കനഗദന ഗദനി ഗടഗദന അൽഖത്തന ഗദനി അംബപ്രൗഡ രഗദൽ കടഗവന സോമംബാസ്രേ. പരിശുദ്ധാത്മാവ് അങ്ങനെ നിറവുകളുടെ ശുശ്രൂഷ, ഉപദേശത്തിന്റെ ശുശ്രൂഷയല്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിറവുകൾ വെളിപ്പെടുക. അത് ശരീരത്തിലൂടെ, അത് നിഴലിലൂടെ, അത് കർച്ചീഫിലൂടെ. എങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നു, അതിനപ്പുറം നിറവുകൾ തുറക്കാൻ. ഓ റബബഷ്, സൈനികൾ വെളിപ്പെടും. ദിവസം 45 മുമ്പ് കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ നിറവുകൾ ഓപ്പൺ ആകുന്ന അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾക്കും. ഓ റാഖ നാഥാന അർക്കദന രഗന ഘടകദന. ഓ റബൽ, എന്തോ ചിലവ് ഒഴുകുന്നവ. ഓ, സ്പിരിറ്റിൽ നിന്ന് ശരീരത്തിലൂടെ ഒഴുകുന്ന അനുഭവങ്ങൾ വെളിപ്പെടും. രാംധര ജഗാരഗത്തന ദീഗൽ കടകദന ലൗഷിബിനി കടകദന വൈഷപ്രൗഡവന അംദൽ കടകദന വൈഷസ്കനാദിന വൈഷസ്കനഗദന ഹേദാര ജാനകട്ടസ് കന്ദൽ പ്രൗഡവന. സിസ്റ്റർ അഞ്ചു ജസി, നിന്റെ അകത്ത് അത് തന്നെ മടക്കുന്നു. നീ നാളുകളായി പ്രാർത്ഥിക്കുന്നവളാണ്. ഒരു ഉണർവിന് വേണ്ടി കൊതിക്കുന്നവളാണ്. ലേഖന ധരാജിന, അത് ആ കൊതിയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ആ കൊതിയാണ് വചനം പഠിക്കാൻ നിനക്ക് ബലം നൽകിയത്. നിന്റെ ആഗ്രഹത്തെ കണ്ട്, നിന്റെ സമർപ്പണത്തിന്റെ മേൽ ഒപ്പുവെച്ച് ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആത്മാവിന്റെ കരം, ഒരു സീല്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ മകളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ദൂത് കേൾക്കാൻ ഇരിക്കരുത്. ഞാൻ ദൂത് പറയുന്ന പ്രവാചകനല്ല. ഒരു ശതമാനം പോലും ഒരു വ്യക്തിയോട് ദൂത് പറയാനല്ല ഞാൻ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്നുവാ. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നുകൊണ്ട് ഞാൻ പറയുന്നു, ശക്തിയോടെ ആത്മാവ് നിന്നെ ഒരു പന്ത് പോലെ എടുത്തെറിയുന്ന അനുഭവങ്ങൾ. സിസ്റ്റർ അഞ്ചു, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങുന്ന ദൈവശക്തി നിന്നെ ഒരു പന്ത് പോലെ എടുത്തെറിയും. ലേഖനാധാര ശന്തൽ കടകദന എന്നോട് ദൈവാത്മാവ് പദം തന്നെ വീണ്ടും പറയുന്നു, ഒരു പന്ത് പോലെ ദൈവാത്മാവ് നിന്നെ എടുത്തെറിയുന്ന പോലെ. അനുഭവങ്ങൾ നിന്റെ മുറിക്കകത്ത് വെളിപ്പെടും. ഉണർവ് മടക്കുന്ന പട്ടണങ്ങളുമായി പരിശുദ്ധാത്മാവ് നിന്നെ കണക്ട് ചെയ്യും. ലേഖ റായിഷസ് കനാദിര ഹൽക്കദന ലൗഷിബിനി ഘടകമന. ഒരു റിസറക്ഷൻ പുതപ്പിന്റെ മേൽ ആത്മാവ് വിടാൻ പോകുന്നു. വൈഷസ്കനാദിന ലൗഷിബിനി ഘടകദന വൈഷസ്കനാദിന റിബിനി ഘടകദന വൈഷസ്കനാദിന അൽക്കമന അൽകദന. ഉറവമ്പാടം ജോണി ബ്രദർ, പരിശുദ്ധാത്മാവ് അങ്ങനെ നിന്നെ പണിയുകയാണ്. നീ കണ്ടവിനപ്പുറം, ഒരു കാലഘട്ടം കേട്ടവിനപ്പുറം, അതിനപ്പുറം ചിലതുണ്ടെന്ന് വചനത്തിലൂടെ തെളിയിച്ച് നിന്നെ ഒരു ഉപകരണമായി. റോട്ടിലൂടെ പോകുമ്പോൾ ചില മയിൽ കുറ്റികൾ കാണാം, ചില ബോർഡുകൾ കാണാം, എന്നതുപോലെ ഒരു അടയാളമായി, ഒരു സൈനായി നിന്നെ ചിലതിന്റെ നടുവിൽ ദൈവാത്മാവ് നിർത്തി നിന്നെ ഉപയോഗിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു.
വേദികെട്ട പ്രൗഢമന അതരവിനികടകഥന വൈശ്വസ്കനാദിന അൽക്കഥന റിബനഘടകഥന വൈശ്വസ്കനകഥന അൽക്കമനകഥനഘടകമന അൽക്കമനഘടകമന അൽക്കമനഘടകമന അൽക്കമന ധിരാരവശസ്കനാദന. അറിയാതെ ചില കുടുംബങ്ങളുടെ മേൽ നാളുകളായി വീണ് കിടക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങളുടെ പോരുകളുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ കുടുംബങ്ങളുടെ മേൽ വാഴുന്ന അന്ധകാരത്തിന്റെ തേർവാഴ്ചകളോട് ഈ രാത്രി വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഭവനങ്ങളിലെ വിടുതലുകൾ സംഭവിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ ഏറ്റെടുക്കുക. വിശ്വസിക്കുന്നവരിൽ ഇത് അവന്റെ ശക്തിയുടെ വ്യാപാരമായി വെളിപ്പെടും. നിന്റെ ബ്ലോക്കുകൾ ഇന്ന് രാത്രി പൊട്ടുകയാ. ലഖനഗതന എന്ത് ചെയ്താലും അത് തീരത്തെത്താവേ. എന്ത് ചെയ്താലും അവനകത്തിന് നന്മ വരാവേ. എന്ത് ചെയ്താലും അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയരാൻ കഴിയാവേ. കുടുംബത്തിനകത്ത് സാമ്പത്തിക വിഷയത്തിൽ ബ്ലോക്കുകളെ പൊട്ടിക്കുന്ന ദൈവിക നിറവുകൾ ഇന്ന് രാത്രി ചലിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിറവുകൾ ചലിക്കുന്നു. നിറവുകൾ ചലിക്കുന്നു. നിറവുകൾ ചലിക്കുന്നു. ഓ റബബ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചോ. പ്രസന്നകുമാരി പ്രാർത്ഥിച്ചോ. റബനഗടകമന നിറവുകൾ നിന്റെ കുടുംബത്തിൽ തുറക്കും. ജോസ് അബുദാബി മക്കളെ പ്രാർത്ഥിച്ചോ. നിറവുകൾ നിങ്ങളുടെ മേൽ തുറക്കും. നിറവുകൾ. ഓ റബ റൗഷാനാദാന വൈ ശംദരാദിനാരഗടകദന. ഇത് വിശ്വസിക്കുന്നവർ അത് വ്യാപരിക്കുന്നത്. ലോജിക്ക് പഠിപ്പിക്കുന്നവരകത്തല്ല ഇത് വ്യാപരിക്കുന്നവർ. ഇത് വിശ്വസിക്കുന്നവരാണ് ഇത് വ്യാപരിക്കുന്നവർ. എഫേസ്യർ 1-ാം വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. നീ പറ, നിന്റെ അകത്ത് വ്യാപരിക്കും. ഓ പറ, അങ്ങനെ പറഞ്ഞു ലിനി സിസ്റ്ററെ, അങ്ങനെ പറ. വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിക്കും. വിശ്വസിക്കുന്ന കുടുംബത്തിൽ ഇത് വ്യാപരിക്കും. ഓ റാബാന ഹൽക്കദന. അത് പൊട്ടട്ടെ. അവന് വിരോധമായി വെച്ചിരിക്കുന്ന സകലതും ഇന്ന് രാത്രി ഉടയട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. സുമ സിസ്റ്ററെ, അങ്ങനെ ശരീരത്തിന്റെ മേൽ ആ ശക്തി വ്യാപരിക്കുമെന്ന്. ഓ ലഖനദന ധനിബിനികടകദന റബനിബിനികടകദന. ഹോറാബാന ശംദരാദിരാരവ ശംബൽ പ്രൗഢമന ലഖനാദിര ഭവശംബ പ്രൗഢിബിനി ഘടകമന അൽക്കമന റിഗൽ ഘടകദന അൽക്കദന. പ്രാർത്ഥിച്ചു. അങ്ങനെ ഇത് വ്യാപരിക്കുകയാണ്. അങ്ങനെ ഇത് തുറക്കുക. ആരെ? വിശ്വസിക്കുന്നവർ ഇത് തുറക്കും. ഹോറാബാബ ഹിഗനദനഗദനിജ ലംദൽ ഘടകദന ശംദൽ ഘടകമന. പ്രസന്നകുമാരി സിസ്റ്റർ, നിങ്ങളുടെ കുടുംബം ഒരു മിഷണറി കുടുംബമാകും. അനേക കുടുംബങ്ങളിലേക്ക് യേശുവിനെ എത്തിക്കും. സമൂഹത്തിലെ ഉന്നതന്മാരോട് നീ ധൈര്യത്തോടെ യേശുവിനെ പറയും. നീ അവർ തെളിയിച്ചു കൊടുക്കും. പ്രബന്ധം അവതരിപ്പിക്കുകയല്ല, നീ തെളിയിച്ചു കൊടുക്കും. പുസ്തകം പഠിപ്പിക്കുകയല്ല, നീ തെളിയിച്ചു കൊടുക്കും. തെളിയിക്കാൻ കഴിയുന്നൊരു വ്യാപാര ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കും. ഓ റാംതരാദിന. എനിക്ക് കാണാം ചില കുടുംബങ്ങളിൽ ഒരു കുട പോലെ, ഒരു മേഘം പോലെ, ഒരു പുതപ്പ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നു. ഓ ലിഖനികടകദന. ഗ്രേസി ടീച്ചർ, നിങ്ങളുടെ ഭവനത്തിൽ ആത്മാവിന്റെ ചലനം ആരംഭിക്കാൻ പോകുന്നു. അത് തലമുറകളെ തൊടാൻ പോകുന്നു. ഓ റബാന ടീച്ചറെ, പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചില വെളിപ്പാടുകൾ തുറക്കാൻ പോകുന്നു. ഓ ജെന്നിഫറെ, നീ അവനെ പ്രാപിക്കും. ഓ നിന്റെ അകത്തുള്ള ഫെയ്ത്ത്, നിന്റെ അതിനകത്തുള്ള ഫെയ്ത്ത് നിന്റെ അകത്ത് ബൂസ്റ്റ് ആകുന്നു. ഓ ലിഖനഘടകദന ശാന്തൽ ഘടകദന. സ്പിരിറ്റിലേക്ക് കൈമാറ്റങ്ങൾ സംഭവിക്കുന്നു. മെമി സിസ്റ്ററെ, നിങ്ങളുടെ മേൽ നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് നിങ്ങളുടെ ബോഡിക്ക് ബോധ്യമാകും വേണം. ഓ റിബിനി ഘടകദന. ഓ റബാശസ്കന. വേഗത്തിൽ നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. എനിക്ക് ഞാൻ പറഞ്ഞു, പൗലോസ് പറഞ്ഞ പോലെ 2 നാൾ ഞരങ്ങുക. എനിക്ക് ഇന്ന് സത്യത്തിൽ വേർഡ് പ്രസംഗിക്കാൻ തോന്നുന്നില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് ഫീൽ ചെയ്യുന്നു എൻ്റെ അകത്ത്. പക്ഷേ നമുക്ക് 1-2 വാക്യങ്ങൾ ഒരു ശുശ്രൂഷ എന്ന നിലയിൽ വചനം പഠിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇത് ദൈവാത്മ തുറക്കുക. വ്യക്തികളുടെ മേൽ ദൈവാത്മ തുറക്കുക. എനിക്കത് അങ്ങനെ സെൻസ് ചെയ്യുന്നു. ഓ ഷാംധാന റേഖനാദാന ഷസ്കനാദിര വൈഷസ്കനാഗദന. ബിനോയ് കോട്ടയം ബ്രദർ, പിടിച്ചോ അവനെ, പിടിച്ചോ കേട്ടോ, അതിനെ മുറുകെ പിടിച്ചോ. ഓ റബാന ശാംധരാദിന. ഈ തുറക്കാൻ പോകുന്ന വാക്യങ്ങളെ മുറുകെ പിടിച്ചോ, വാചസ്സുകളെ മുറുകെ പിടിച്ചോ.
തുറക്കും. അത് അങ്ങനെ തന്നെ തുറക്കും. ഡേവിസ് ബ്രദറെ അങ്ങനെ തുറക്കും, ഇത് അങ്ങനെ തുറക്കും, ഇത് അങ്ങനെ തുറക്കും. ഇത് തുറക്കാൻ പോകുന്ന സീസണാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ തുറന്ന് കാണാൻ പോവുക സഭ. ഓ റബ ഗ്രേസി സിസ്റ്ററെ, സാഹചര്യത്തെ നോക്കണ്ട. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾ പെർഫെക്റ്റ് ഉള്ളവരായി മാറും. നിങ്ങൾ അവനിലാണോ നിങ്ങൾ പെർഫെക്റ്റ് ആയി മാറി? നിങ്ങൾ പെർഫെക്റ്റ് ആയി മാറിയത് നിങ്ങളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളാലല്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയി മാറിയത് നിങ്ങൾ അവനിലായതിനാലാണ്. നിങ്ങൾ പെർഫെക്ഷൻ ആക്കിയതല്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണിപ്പോ. ഒരാമ്യം ധൈര്യത്തോടെ പറ, വിശ്വസിക്കാം. എല്ലാവരും നിങ്ങളോട് പെർഫെക്റ്റ് ആകാനാ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളിപ്പോ പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് കൊലോസ്യർ 2:10, നിങ്ങളിപ്പോൾ അവനിൽ പരിപൂർണരാണ്. അപ്പൊ പാസ്റ്റർ, എന്റെ അകത്ത് ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഇന്നലെയും കൂടെ എനിക്ക് ഒരു ചെറിയ കുശുമ്പ് വന്നല്ലോ. അതിപ്പോ തീർത്തുതരാം. അത് ഇന്നത്തോടെ പൊളിയും. അത് ഇന്നത്തോടെ പൊളിയും. അത് ആ ജഡത്തിനകത്ത് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിച്ച് ആത്മാവിന്റെ ഒരു രാഗമോഹം വീണതാ. അത് ഇന്ന് രാത്രി പൊളിയും. അത് കണ്ടുകൊണ്ട് സ്വർഗം നിന്നെ പെർഫെക്റ്റ് ആകാതിരുന്നിട്ടില്ല. നീ പെർഫെക്റ്റ് ആയത് നിന്റെ ശരീരത്തിൽ, നീ ശരീരം കൊണ്ട് നീ ശരിയാക്കിയവനാലല്ല, നിന്നെ പെർഫെക്റ്റ് ആക്കിയത് അവനിലാക്കിയിട്ടാ. നീ പാപം ചെയ്തല്ല നീ പാപിയായത്. നീ പെർഫെക്റ്റ് ആയത് നീ പെർഫെക്റ്റ് ചെയ്തല്ല. നീ പാപം ചെയ്യപ്പെട്ടാണോ? ഞാൻ പാപം ചെയ്യപ്പെട്ടല്ല ഞാൻ പാപിയായത്. ഞാൻ പാപി ആയതുകൊണ്ട് പാപം ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ പെർഫെക്റ്റ് ആകുന്നത് എങ്ങനെയാ? എന്നെ പെർഫെക്റ്റ് ആക്കിയത് കൊണ്ട് ഞാൻ പെർഫെക്ഷൻ ചെയ്യാൻ പോവുക. പെർഫെക്റ്റ് ആകാൻ വേണ്ടി ചെയ്യല്ല, ഞാൻ പെർഫെക്റ്റ് ആയത് കൊണ്ട് ഇനി പെർഫെക്ഷനിൽ ജീവിക്കാൻ പോവാ. മനസ്സിലാ? കത്തിയെങ്കിലും ഒരു ആമ്യം പറഞ്ഞവരെ, കത്തിയെങ്കിൽ ഞാൻ പറഞ്ഞത് കത്തിയെങ്കിൽ ആമ്യം പറഞ്ഞവരെ കർത്താവിന് പറ, ഞാൻ പെർഫെക്റ്റ് ആന്ന് പറ. നീ പെർഫെക്റ്റ് ആന്നുള്ള ബോധം വരുമ്പോഴാണ് പിശാച് അവന്റെ പദ്ധതികൾ പൊളിയുന്നത്. ഇന്ന് രാത്രി ഈ വെളിപ്പാട് നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ട്രക്ചർ മാറ്റുക. ഞാൻ പെർഫെക്റ്റ് ആന്ന് പറ, ധൈര്യത്തോടെ പറ, ക്രിസ്തുവിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ഇതങ്ങ് വിശ്വസിക്കുമ്പോൾ നിന്റെ അകത്തുനിന്ന് അങ്ങ് തുറക്കുക. ഇത് ഉണ്ടാക്കുകയല്ല, ഇത് തുറക്കുക. ഇത് തുറക്കുക, അകത്തുനിന്ന് തുറക്കുക. ഇത് അകത്തുണ്ട്. ഇന്ന് രാത്രി ഇത് കണക്റ്റഡ് ആകുക. ഞാൻ ഇത് കണക്റ്റഡ് ആകാനുള്ള സ്വിച്ച് കാണിച്ചു തരാൻ പോവാ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തൃശ്ശൂര് കാച്ചേരിയിലെ മൂത്തേടത്തിൽ, അതിന് 7-ാം നമ്പർ വീടാണേ. അപ്പം ഞങ്ങൾ ഇപ്പൊ ഞാനും ലിൻസിയും കൂടെ കിടക്കുന്നത്, ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റുഡിയോ റൂമിന്. ഇത് സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ ചില്ലാണ്. ഇത് റൂമല്ല, ശരിക്കും ഞങ്ങൾക്ക് ഒരു ബെഡ്റൂമേ ഉള്ളൂ. വാടക വീടാണ് ഇത്. അപ്പം അപ്പുറത്തെ ബെഡ്റൂമിലാണ്. അപ്പൊ അവിടെ മാത്രമേ ബാത്റൂം ഉള്ളൂ. ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നതെങ്കിലും രാത്രി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം തോന്നിയാൽ ലൈറ്റ് ഇടാതെ എനിക്ക് പോകാൻ പറ്റും. ലൈറ്റ് വേണ്ട എനിക്ക് രാത്രി ബാത്റൂമിൽ പോകാൻ. കിടക്കുന്ന എഴുന്നേറ്റാൽ എനിക്കറിയാം ഇവിടെ എങ്ങനെ വഴിയുണ്ട്. ഇവിടെ മേശ ഇരിക്കേണ്ട, അവിടെ കസേരയുണ്ട്, വാതിലുണ്ട്, അപ്പുറത്ത് വാതിലുണ്ട്, അപ്പുറത്ത് അവരെ പിള്ളേർ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ലൈറ്റ് ഇട്ട് അവർ എഴുന്നേക്കും. അവിടുത്തെ ബാത്റൂമിന് വാതിലുണ്ട്, അതിന് കുറ്റിയുണ്ട്. ഇതെല്ലാം വെറുതെ ഞാനിങ്ങനെ കൈ കൊണ്ട് തൊട്ട് ഞാൻ അവിടെ ചെല്ലും. കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആശയം മനസ്സിലായോ? കുറച്ച് നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, ഇരുട്ടത്ത് എഴുന്നേറ്റ് ഉറക്കത്തിൽ നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാറുണ്ട്, ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ എവിടെയാ കിടക്കുന്നത് മനസ്സിലാക്കിയിട്ട് പോകാൻ അങ്ങനെ അനുഭവമുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ. അതെങ്ങനെയാ പറ്റും? നിങ്ങൾക്കറിയാം ഇവിടെ ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ട്. അതിനൊരു കുഴപ്പമുണ്ട്. ഇടയിൽ ആരെങ്കിലും വന്ന് അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുഴയും. ഇവിടുന്ന് പോകുന്ന വഴിക്ക്, ഇവിടെ വഴിക്കകത്ത് ഞാൻ വഴി ഫ്രീ ആയിട്ട് കിടക്കുന്ന വഴിക്കകത്ത് എന്തെങ്കിലും പിടിച്ച് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്പൊ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തതിനാൽ ഇതൊരു ചിത്രമായിട്ട് എന്റെ അകത്ത് കിടക്കുന്നുണ്ട്.
ഇങ്ങനെ 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 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ കണ്ണ് തുറന്നില്ലല്ലോ എനിക്ക് പോകാം, കണ്ണ് തുറന്ന് കാണാൻ പറ്റില്ലല്ലോ എനിക്ക് പോകാം. കൃത്യ അളവ് എനിക്കറിയാം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇതുപോലെ നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് ഇത് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് അവന്റെ അവകാശം കിടക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിനെ അവൻ തുറക്കുക, നിങ്ങളുടെ കണ്ണിനെ അവൻ തുറക്കുക, നിങ്ങളുടെ ഇമാജിനെ അവൻ തുറക്കുക. അതുകൊണ്ട് പൗലോസ് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടവന്. അതിനുവേണ്ടി പൗലോസ് നിങ്ങൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടണമെന്ന് ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, ഇന്നത് ഉണ്ട് നിന്റെ അകത്ത് ഉണ്ടെന്ന് കിട്ടാൻ, നിന്റെ അകത്ത് ഇത് ഉണ്ടെന്ന് കാണാൻ, നിന്റെ പുറകിൽ ഒരു വിളി മടമിട്ടുമ്പോ കാണാൻ, നിന്നെ ദത്തെടുത്തിട്ടുമ്പോ കാണാൻ, നീ പുത്രനാണെന്ന് ഗ്രഹിക്കാൻ, നിന്റെ വീണ്ടെടുപ്പ് മടന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ നിന്റെ അകത്തെ സ്പിരിറ്റ് ഒന്ന് തുറക്കാൻ പ്രാർത്ഥിക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ നിന്റെ ഇമാജിനേഷൻ മാറും. അത് നമ്മുടെ ലുദിയ ഉണ്ടോ? ലുദിയ ഇല്ലേ? എവിടെ പോയി നീ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. 17-ാം വാക്യം വായിച്ച് മലയാളത്തിൽ വായിച്ച ഒരാൾ വേറൊരാൾ വായിച്ചേ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പൊ ഹൃദയദൃഷ്ടി തുറന്നാൽ ദൈവത്തിന്റെ വിളിയുടെ പുറകിലുള്ള ആശ തിരിച്ചറിയാം. ഇത് നടന്നാൽ ഉടനെ നിങ്ങളുടെ അകത്ത് ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. അപ്പൊ നോക്കിയേ, ഇനി അതിന്റെ 18-ാം വാക്യം ഇംഗ്ലീഷിൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഇല്ലല്ലേ? ഓക്കെ, സോറി. ലുദിയയുടെ മൈക്ക് ഓൺ ചെയ്യാൻ കൊടുക്കണേ. I pray that the light of God will illuminate the eyes of your imagination. കണ്ടോ? 18-ാം വാക്യം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പൗലോസ് പറയുന്നു, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ? ബ്ലൂ ആയിരിക്കുക. I pray that the light of God will illuminate the eyes of your imagination. കണ്ടോ? നിങ്ങളുടെ കണ്ണിന്റെ ഇമാജിനേഷൻ. മോളെ എന്റെ മലയാളം പറഞ്ഞേ. നീ പോയോ? I pray that the light of the God, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ കണ്ണിനെ ഇല്ലുമിനേറ്റ് ചെയ്യും, പ്രകാശിപ്പിക്കും. നമ്മുടെ ഇമാജിനേഷൻസിനെ ഫ്ലഡിങ് യു വിത്ത് ലൈറ്റ്, ദൈവത്തിന്റെ ലൈറ്റിലാല് നമ്മളെ നിറയ്ക്കും. അപ്പൊ നമ്മുടെ ഇമാജിനേഷനെ ദൈവത്തിന്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കാൻ. നമ്മുടെ ഇമാജിനേഷനകത്ത് മൊത്തം കിടക്കുന്നത് എന്താ? കിടക്കുന്ന മൊത്തം സാഹചര്യങ്ങൾ എന്താണ്, അവസ്ഥകൾ എന്താണ്, കൊച്ചിന്റെ കാര്യം എന്താണ്, ഭർത്താവിന്റെ കാര്യം എന്താണ്, ഭാര്യയുടെ കാര്യം എന്താണ്, മക്കളുടെ കാര്യം എന്താണ്, ലോണിന്റെ ഹലോ പൗലോസ് പറയാ, ഹലോ ഞാൻ നിങ്ങളുടെ ലോണിന്റെ കാര്യം പറയാൻ വന്നതല്ല. പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ കടത്തിന്റെ കാര്യം പറയാൻ വന്നല്ല, ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇമാജിനേഷൻ മാറ്റാൻ വന്നേക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താ ഇമാജിനേഷൻ? അതിന്റെ കണ്ടോ? eyes of your imagination. കണ്ടോ? or innermost, നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഴ്ച മാറ്റാൻ, നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റാൻ, നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ, നിങ്ങളുടെ സങ്കല്പങ്ങളെ മാറ്റാൻ. എപ്പോഴും എവിടെ ഉടക്കിക്കിടക്കുന്ന മൊത്തം വീട്ടിലെ കാര്യത്തിലല്ലേ? ഉടക്കിക്കിടക്കുന്ന മൊത്തം വീട്ടിലെ വിഷയങ്ങളിലല്ലേ? ആ സാമ്പത്തികം എന്താകും, ഇതെന്താകും, അപ്പുറത്തെ എന്താകും, ഇപ്പുറത്തെ എന്താകും. ഹലോ, ദൈവാത്മാവ് ഇന്ന് രാത്രി അവനെ പൊളിക്കാൻ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഒരു കൂട്ടത്തിന്റെ അവസ്ഥകളെ ഇന്ന് രാത്രി പൊളിക്കാൻ പോവുകയാണ്. ഇത് പൂർണ്ണ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നത്, ഒരു വ്യത്യസ്ത അതോറിറ്റി ദൈവാത്മാവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ തുറക്കുകയാണ്. നിന്നെ വലയ്ക്കുന്ന നിന്റെ ഇമാജിനേഷനുകൾ അവൻ ഇന്ന് രാത്രി ദൈവാത്മാവ് അവന്റെ വെളിച്ചത്താൽ. ആരാ വെളിച്ചം? ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞ് യേശു അല്ലേ? ഇന്ന് രാത്രി നിന്റെ മനസ്സിലേക്ക് വെളിച്ചം കയറുകയാ.
ഈ വചന ശുശ്രൂഷ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇത് നിറയ്ക്കാൻ പറ്റില്ല. ഇത് ദൈവാത്മാവ് ഈ രാത്രി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതിനെ പരിശുദ്ധാത്മ പരിജ്ഞാനത്തിൽ പഠിപ്പിച്ച ഒരു അഭിഷക്തിലൂടെ നിങ്ങളെ ഇന്ന് രാത്രി കേൾപ്പിക്കുക. വേണമെങ്കിൽ ഈ ടോർച്ച് ദൈവാത്മാവ് അടിക്കുമ്പോൾ നീ അവരോട് പ്രതികരിക്കുക. കർത്താവേ, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്റെ മനസ്സിനെ മാറ്റണമേ. എനിക്ക് ചാടാനാ തോന്നുന്നത്. എന്റെ ഇമാജിനേഷൻ മാറ്റുന്ന, എന്റെ സങ്കല്പങ്ങൾ മാറ്റുന്ന, എന്റെ ലക്ഷ്യങ്ങൾ മാറ്റുന്ന, എന്റെ മുരടിപ്പുകളെ മാറ്റുന്ന അവന്റെ വചനം, അവന്റെ വെളിച്ചം. ഏത് മാറാ രോഗത്തിന്റെ നടുവിലും നീ ഉറപ്പുള്ളവനായി മാറും, നീ ധൈര്യമുള്ളവനായി മാറും. ഒരു തകർച്ചയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല. തകർച്ച ഉണ്ടാകില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു തകർച്ചയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല. 10 മക്കളും 10-ലേറെ കൊച്ചുമക്കളും 50 മക്കളും 10-ലേറെ കൊച്ചുമക്കളും 50-ൽ പരം 10 മക്കളും 10 മരുമക്കളും 50-ലേറെ കൊച്ചുമക്കളും 1000-ഓളം തൊഴിലാളികളും ഒരു ദിവസം മരിച്ച് അന്ന് രാത്രി ഇയ്യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം ജീവിതത്തിൽ സംഭവിക്കുന്നത് നിന്നെ തൊടാതെ ജീവിക്കുന്ന ഒരു തലമുണ്ട് മക്കളെ. ഒന്ന് പ്രഖ്യാപിച്ചോ. നിന്റെ കുടുംബത്തിൽ നടക്കുന്നത് നിന്നെ തൊടാത്തൊരു തലമുണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അത് പിടിച്ചും, എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പിടിച്ചോ. നിന്റെ വീട്ടിൽ നടക്കുന്ന, നിന്നിൽ നടക്കുന്ന സാമ്പത്തിക, മാനസിക, ശാരീരിക ഘടകങ്ങൾ നിന്നെ തൊടാതെ അവനപ്പുറം നിന്റെ മനസ്സിനകത്ത് അവന്റെ വിളിയുള്ള ആശ തെളിയും. തെളിയും. അത് തെളിഞ്ഞാൽ നിന്റെ അകത്ത് നീ ആരാമുള്ള ബോധം വരും. അപ്പൊ എങ്ങനെ അറിയുന്നത്? ആദ്യം നിന്റെ മനസ്സ് എങ്ങനെ എത്തിയെന്ന് നോക്കുക. നിന്റെ വീട്ടിൽ ഇതുവരെ നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വിഷമിപ്പിക്കാതായോ? നിന്റെ ഇമാജിനേഷൻ മാറി, നിന്റെ ലക്ഷ്യം മാറി, നിന്റെ ചിത്രം മാറി, നിന്റെ ഹൃദയം മാറി, നിന്റെ ഇത് മാറിയാൽ ഉടൻ തന്നെ നിന്റെ അകത്തുള്ള വിശുദ്ധന്മാരിലുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാതനം നീ കാണും. ആ മഹിമാതനം എന്താ? ആ മഹിമാതനം ക്രിസ്തുവല്ലേ? നിന്റെ മേൽ ഇലാഗിയോയായിട്ടല്ലേ അത് വന്നേ? 1:3 പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ ക്രിസ്തുവിൽ നിന്നെ അനുഗ്രഹിച്ചു. ആ ഇലാഗിയോ, അതാണ് നീ. ഞാൻ എന്റെ അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് വന്നവർ എന്റെ ശരീരമാണെന്ന്. ഇത് ഭൂമിയിൽ എനിക്ക് 60 70 അല്ല 120 വർഷം എനിക്ക് ജീവിക്കാമെന്ന തന്ന ശരീരമാണ്. ഇതിനപ്പുറം എന്റെ അകത്തൊരു അവകാശമുണ്ട്. അത് അവന്റെ ഉച്ചാരത്താൽ, അവന്റെ പ്രഖ്യാപനത്താൽ വന്നതാണ്. ഞാൻ ഇച്ചിരി വേഗത കൂടുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ നിർത്തി പറയാം. എന്റെ ശരീരത്തിന് 50 വർഷം പഴക്കം. ജോർജ് കുട്ടിയിൽ നിന്ന് സാറാമയിൽ നിന്ന് വന്ന ശരീരം. പക്ഷെ എന്റെ അകത്തൊരു വിശുദ്ധ ഒന്ന് വായിച്ചോ അങ്ങനെ തന്നെ ഉണ്ടെന്ന് അറിയണ്ടേ? ഇത് കണ്ടാൽ നിന്നിലൂടെ ശക്തി ഓപ്പൺ ആകും. ശക്തി സ്വർഗത്തിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നത്തോടെ നിർത്തണം. വെളിപ്പാടകത്ത് വന്ന നിന്നിൽ നിന്ന് ഇന്ന് രാത്രി അത് ഓപ്പൺ ആകും. വായിച്ചോ 1:19 1:18. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അയ്യോ പൗലോസ് പറയാ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയവൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ. അപ്പൊ ഈ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഹൃദയവൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ നിരാശ പറയില്ല, മിണ്ടാൻ തോന്നില്ല. നിരാശ, പഞ്ചസാരക്ക് കയ്പുണ്ടാകുമോ മക്കളെ? ഉണ്ടല്ലേ? ചീഞ്ചട്ടിയിലിട്ട് വറുത്താ ഉണ്ടാവും അല്ലേ? അല്ലാത്തടത്തോളം കാലം ഉണ്ടാവില്ലല്ലോ. കൈപ്പയ്ക്കകത്ത് മധുരം ഉണ്ടാകുമോ മക്കളെ?
എടാ, കൈപ്പയ്ക്കകത്ത് മധുരം ഉണ്ടെങ്കിൽ അവന്റെ പേര് മാറ്റിയത് അത് കരിമ്പായിരിക്കും. ആ കൈപ്പയ്ക്കല്ല. കൈപ്പയ്ക്കാന്ന് പേര് വരാൻ കാരണം അത് കൈപ്പയ്ക്ക ആയതുകൊണ്ടാ. ണ്ടോ? നിന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയുമ്പം നിന്റെ അകത്തുള്ളത് ആരാണെന്ന് തെളിയാൻ തുടങ്ങും. വിശുദ്ധന്മാരിലുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് നീ അങ്ങ് കാണാൻ തുടങ്ങും. ഇന്ന് രാത്രി അങ്ങനെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി അങ്ങനെ വല്ലതും തെളിഞ്ഞു വരുന്നുണ്ടോ? അങ്ങനെ വല്ലതും തെളിഞ്ഞു വരുന്നുണ്ടോ? ഇന്ന് രാത്രി അങ്ങനെ വല്ലതും തെളിഞ്ഞു വരുമ്പോൾ എന്റെ അകത്തുള്ളവനെ തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവന്റെ ശക്തി ആവരിക്കാൻ തുടങ്ങും. പലരും ഇത് പറഞ്ഞിട്ട് ശക്തി ആവരിക്കുന്നില്ല. അപ്പൊ ശക്തി ആവരിക്കാത്തതിന് കാരണം ഇപ്പൊ നമ്മുടെ വീട്ടില് ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പൊ ഇത് വീട് പണിത് കഴിഞ്ഞപ്പോ അവര് ഇലക്ട്രിസിറ്റി എന്താ പറയാ, ഈ വീടിനെ അവര് ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്വിച്ച് ഇടാതെ ഇത് കത്തുകയില്ല. ഇന്ന് വരെ ഞാൻ എത്ര വട്ടത്തിലൂടെ ലൈറ്റ് ഇടാതെ ബാത്റൂമിൽ പോയിട്ടുണ്ടെന്ന് അറിയാവോ? എന്നാ ഈ വീട്ടിൽ വാടക കൊടുത്ത് താമസിക്കുന്നല്ലേ, അങ്ങേര് പാവം ഇരുട്ടത്ത് തപ്പി പോവുക. എന്നാൽ ലൈറ്റ് തന്നെ കത്താം എന്ന് വിചാരിച്ച് ഇന്ന് വരെ ഒരു ലൈറ്റ് തന്നെ കത്തിയിട്ടില്ല. ഭയങ്കര കഷ്ടമായി പോയി. ഇന്ന് വരെ ഒരു ബൾബ് പോലും തന്നെ കത്തുന്നില്ല. ഞാൻ നിങ്ങളുടെ അകത്തത് മനസ്സിലാക്കാൻ വേണ്ടി പറയാ. നിങ്ങളുടെ അകത്തിത് ഉണ്ട് എന്ന് ചിന്തിച്ചിരുന്നാൽ ഇത് കത്തുകയല്ല. ചിലർക്കറിയാം ക്രിസ്തു എന്റെ അകത്തുണ്ടോ, നീ അവിടെ ഇരുന്നോ മയിൽക്കുറ്റി പോലെ. അപ്പൊ ഇത് നിന്റെ അകത്ത് ഉണ്ടെന്നുള്ളത് എങ്ങനെയാ? ഉണ്ടെന്ന് നീ അങ്ങ് പറയണം. ഈ വാചനം നീ അങ്ങ് പ്രഖ്യാപി. പറ്റുമെങ്കിൽ 10 വർഷം വായിക്കും ഈ വാക്യം. പിന്നെ 10 വട്ടം ബൈബിൾ വായിക്കായിരിക്കും. ഭാഷ വല്ലതും പറഞ്ഞ് അവസാനിപ്പിക്കും. ഭാഷ സമയാവും. വേണേ വായിച്ചാൽ. ഒരു രോഗം വന്നാൽ ഡോക്ടർ പറഞ്ഞ ഗുളിക അതുപോലെ കഴിക്കല്ലേ? സമയായി നിർത്തം. ഒരു രോഗം വന്നാൽ ഡോക്ടർ പറയുന്നത് പോലെ എടുത്ത് കഴിക്കല്ലേ മരുന്ന്? കഴിക്കും. അതിനാരും നിർബന്ധിക്കണ്ട, തന്നെ കഴിച്ചോളൂ ബോധമുള്ളവര്. അല്ലാതെ പിന്നെ വീട്ടുകാർ നിർബന്ധിക്കും. വേണമെങ്കിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ വാക്യം വായിക്കണം. ഈ വാക്യം ഒരു 10 വട്ടമൊക്കെ വായിച്ചോ. മനപ്പാഠം പറയാൻ പറ്റി, മനപ്പാഠം പഠിച്ചോ. ഞാനിത് വേണമെങ്കിൽ മനപ്പാഠം പറയാം. ഈ വാക്യം വേണമെങ്കിൽ മനപ്പാഠം ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങ് പറഞ്ഞോ. ഹലോ, വെറുതെ മടക്കുമ്പോ ഈ കണ്ണിക്കണ്ട ചവറ് ചിന്തിക്കാതെ ഇതങ്ങ് പറ. ജ്ഞാനത്തിന്റെ വെളിപ്പാടിനെ ആത്മാവിനെ തരേണ്ടവനും അവന്റെ വിളിയാനുള്ള ആശ ഇന്ന് തിരിച്ചറിയേണ്ടവനും വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്നവരിൽ ഒബ്ജക്റ്റായല്ല അവൻ സബ്ജക്റ്റ് ആകും. പലർക്കും ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് കളിയാ. പലർക്കും ക്രിസ്തീയ ജീവിതം സ്വർഗത്തിൽ പിതാവുണ്ട്, സ്വർഗമുണ്ട്, പിതാവുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്, കർത്താവുണ്ട്. ഇത് ഒബ്ജക്റ്റ് കളിയാ. ഞാൻ എന്റെ നാടൻ ഭാഷ പറയാണ് കേട്ടോ. ഇത് ഒബ്ജക്റ്റ് കളിയല്ല, ഇത് സബ്ജക്റ്റ് കളിയാ. ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ആയുസിൽ ഇത് അനുഭവമാകില്ല. ഇന്ന് സബ്ജക്റ്റിലേക്ക് വാ. നിന്റെ അകത്തുള്ളവൻ ഇന്ന് രാത്രി എഴുന്നേക്കുക. ഇത് ലോജിക്കല്ല, ഇത് ഫെയ്ത്തിനാലെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതിനെ പിടിക്കേണ്ടത് ഫെയ്ത്തിനാലാണ്. അപ്പൊ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാകുന്നു. അപ്പൊ ക്രിസ്തുവിനെ കേൾക്കണം. ജീവചരിത്രം കേട്ടാ പോരാ, അനുഭവ ചരിത്രം കേട്ടാ പോരാ, സങ്കീർത്തനത്തിലെ കഥ കേട്ടാ പോരാ. നീ ക്രിസ്തുവിനെ കേട്ടാൽ നിന്റെ ഫെയ്ത്ത് ചലിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ ആശയം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനെ കേട്ടാൽ നിന്റെ ഫെയ്ത്ത് ചലിക്കാൻ തുടങ്ങും. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നുവെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. നിനക്ക് അളക്കാൻ പറ്റാത്ത നിന്റെ അകത്ത് വസിക്കണേന്ന്. നിന്റെ ഉയരം അളക്കാം, നിന്റെ വെയിറ്റ് അളക്കാം, നിന്റെ രക്തത്തിനകത്ത് ഹീമോഗ്ലോബിൻ എത്രയുണ്ടെന്ന് അളക്കാം. എന്തൊക്കെയാ വല്ല നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ പറ. നിന്റെ രക്തത്തിനകത്തുള്ള ഘടകങ്ങളെ അളക്കാം.
ഓ റബാനബ ശാന്തൽ കടകഥന. നിന്റെ ശരീരത്തെ വേണമെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താം, നിന്റെ വണ്ണം അളക്കാം. അളക്കാൻ കഴിയാത്ത ഒന്നും നിന്റെ അകത്ത് വ്യാപരിക്കും. ഓ ഇന്ന് രാത്രി അത് വ്യാപരിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. അത് വിശ്വസിക്കുന്നവരിൽ സൂസൻ സജി സിസ്റ്ററെ, അത് നിങ്ങളകത്ത് അത് തുറക്കും. വിശ്വസിക്കുന്നവരിൽ, അവ പിടിക്കുന്നവരിൽ, അത് പ്രഖ്യാപിക്കുന്നവരിൽ, അത് വലിച്ചെളി അത് തുറന്നാൽ നീ പട്ടണങ്ങളെ തൊടും. ഓ ആ ശക്തി അളവ് കൂടാത്ത ശക്തിയാണ്. അവന് എനിക്ക് എന്തോ ഇന്ന് വചനം പ്രസംഗിക്കാൻ തോന്നുന്നില്ല. വചനം എടുക്കുമ്പോഴേക്ക് ആത്മാവ് വ്യക്തികളെ തൊടുന്നത് കാണിക്കുക. സുമസിസ്റ്ററെ, ആ ശക്തി നിന്റെ അകത്ത് തുറന്നാൽ നീ കണ്ടില്ലേ ആശുപത്രികൾ കാലിയാകുന്നത്? അതെ, അത് കാലിയാക്കുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ്. അളക്കാൻ കഴിയാത്ത ശക്തി. നിങ്ങൾ കണ്ട ദർശനങ്ങൾ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, നിങ്ങൾ കണ്ട വെളിപ്പാടുകൾ, ഓ ശംഭലാദിനാര, അത് ആ ശക്തി വ്യാപരിക്കുന്ന വെളിപ്പാട്. ആ ശക്തി വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും. പറ, ആ ശക്തി തുറക്കും. ശക്തി ശക്തി നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് അതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് രാത്രി നമുക്ക് അതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, നിങ്ങളുടെ ഭർത്താവിന്റെ, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ അകത്ത് നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അത് തിരിച്ചറിയാനല്ലേ പ്രാർത്ഥിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ, അത് അറിഞ്ഞാൽ, അത് വെളിപ്പെട്ടാൽ, അത് തിരിച്ചറിഞ്ഞാൽ നീ പറക്കാൻ തുടങ്ങും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും. ഒറ്റ കഴുകനും മലയിൽ അല്ലെങ്കിൽ പാറക്കെട്ടിൽ തല തല്ലി ചത്ത ചരിത്രമില്ല. ഈ വെട്ടുക്കിളിപ്പട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെട്ടുക്കിളിപ്പട, ഇവർക്ക് രാജാവില്ല, ഇവര് അണിയായിട്ട് പറക്കുള്ളൂ. കാര്യമൊക്കെ ഭയങ്കര ഡീസന്റ് ആണ്, പക്ഷെ മുകളിലേക്ക് പോവില്ല. അതിന് കുഴപ്പമെന്തറിയോ? മുമ്പിൽ വല്ല പാറക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കൂട്ടമായിട്ട് പോയി പറമ്പ എല്ലാം കൂടെ അതിനകത്ത് പോയി ഇടിച്ച് അവിടെ അങ്ങ് ചത്തു വീഴും. മുമ്പിലെ പാറക്കെട്ടിൽ ഭയങ്കര എന്നെ ഡീസന്റ് അറിയോ? വെട്ടിക്കിളിപ്പട അണിയായി പറക്കും. രാജാവൊന്നും വേണ്ട, ഒരുത്തിനോട് ചേർന്ന് അങ്ങനെ രസകരമായിട്ട് പറക്കും. പക്ഷെ മുമ്പോട്ടുള്ള നോട്ടം ഇല്ല, ഉയരത്തിലേക്ക് പറക്കില്ല. കീഴ്പോട്ടെ നോക്കൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, എനിക്കറിയില്ല, അങ്ങനെ ചില വ്യക്തികളുടെ നോട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറിക്കുക. സാഹചര്യങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക് നോക്കി തല തല്ലി ചത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നോട്ടത്തെ മാറ്റി ചിറകിൽ ശക്തി പകർന്ന് നിന്റെ പർവ്വതങ്ങളുടെ മുകളിലൂടെ അനേകർ തലതല്ലി ചത്ത പർവ്വതങ്ങളുടെ മുകളിലൂടെ ഒരാൾക്കും തൊടാൻ കഴിയാത്തവനായി കൊട്ടാരങ്ങളിലേക്ക് പറപ്പിക്കുന്ന റിസറക്ഷൻ പവർ പരിശുദ്ധം നിന്റെ മേൽ തുറക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ നിങ്ങളുടെ എല്ലാവരും തല കൈവച്ച് തൂത് പറയാം. ഇത് നിനക്കുള്ളവാ, ഇത് അവറാച്ചിനുള്ളവല്ല, ഇത് കറിയാച്ചിനുള്ളവല്ല, ഇത് ഇതുവരെ പറഞ്ഞവർക്കുള്ളവല്ല, ഇവരകത്ത് എല്ലാവർക്കും ഉള്ളവ. തല കൈവച്ചെന്ന് പറഞ്ഞോ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആളവറ്റ വലിപ്പം. നമുക്ക് ഞാൻ ഈ ശക്തി, നിങ്ങളുടെ അകത്തുള്ള ശക്തി എനിക്ക് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് രാത്രി വന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി ഈസ് ഈക്വൽ ടു നിങ്ങൾ വ്യാപരിച്ച ശക്തി. അതിന് 4 തലമുണ്ട്, അതിന് 4 സ്റ്റേജ് ഉണ്ട്. ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തിക്ക് 4 തലങ്ങളുണ്ട്. നാളെ പഠിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ ഇത് ബൈബിൾ ക്ലാസ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം
വെറുതെ വായിക്കുക. ഒരു 10-15 വട്ടം വായിച്ചേ, ഒരു 10-20 വട്ടം വായിച്ചോ. ഞാനൊരു പുസ്തകത്തിൽ ഒരു അധ്യായം 1000 വട്ടം വരെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് വചനം മക്കളെ, ഇത് വചനമാണ്, ഇത് ദൈവമാണ്. പുസ്തകമല്ല ദൈവം, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചസ്സുകൾ ദൈവമാണ്. ഇത് ദൈവമാണെങ്കിൽ നിനക്ക് മട്ടില്ല. പലർക്കും 5 വാക്യം വായിക്കുന്നതിന് ഉറക്കം വന്നു. എന്ത് വചനം! മക്കളെ, ഏറ്റവും മാധുര്യം അവനാണ് കേട്ടോ. ഇത് മനസ്സിലാക്കി നിങ്ങൾ വായിക്കൂ, തുറക്കും. ഇത് അങ്ങനെ തന്നെ തുറക്കും. അവിടെ 4 വിധ സ്റ്റേജുകൾ. അവന്റെ അകത്ത് വ്യാപരിച്ച ശക്തിയെ നമുക്ക് 4 തലങ്ങളാക്കി തിരിക്കാം. അതങ്ങനെ നിങ്ങളുടെ അകത്ത് തുറക്കും. ഇത് മുഴുവൻ നിങ്ങളുടെ അകത്ത് നിറയ്ക്കുക. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭ, അവനിൽ വ്യാപരിച്ച ശക്തിയുടെ നിറവായ സഭ. എന്തുവാ നമ്മൾ ആവോ? നിങ്ങൾ ആരാ? അവന്റെ നിറവ്, അവൻ പകർന്നിരിക്കുന്ന ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് പോയാൽ നമ്മൾ ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നാളെ രാത്രി നമുക്കത് തൊടാം. ഞാൻ ചിന്തിക്കുന്നു നാളെ രാത്രി തൊടാമെന്ന്. ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ദൈവശക്തിയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവശക്തി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഒന്ന് കാണട്ടെ. എനിക്ക് തരാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് നിങ്ങളെ അഭിഷേകം ചെയ്യാനോ, ചില ആൾക്കാർ നിങ്ങളെ ഒന്നും മടക്കില്ല. എനിക്ക് തരാൻ ദൈവാത്മാവ് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവശക്തി അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൈകൾ താത്തില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഇതിനകത്ത് ആരും കൈ ഉയർത്താത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ മനസ്സിനാണ്. ഞാൻ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇവര് സഹോദരിമാരുണ്ടല്ലോ, ലത സിസ്റ്റർ, സുമ സിസ്റ്റർ, ഉഷ സിസ്റ്റർ, ഇവരൊക്കെ ചർച്ചിലെ നിരന്തരം മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാണ്. ഗ്രേസി സിസ്റ്റർ, ജിഷ സിസ്റ്റർ, അന്നമാമിച്ചി, വിപിനാഥ്, ലിൻഡോ, ഇവരൊക്കെ നിരന്തരം മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാണ് ചർച്ചിൽ നടക്കുന്നത്. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകൾ ഡേവിസേട്ടൻ, സോറി ഡേവിസേട്ട, ഞാൻ ഇങ്ങനെ കണ്ടക്കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഡേവിസേട്ടൻ നിരന്തരം എല്ലാം ഒറ്റ മീറ്റിംഗ് മുടങ്ങാറില്ല ഡേവിസേട്ടൻ. ഇനി അതിനകത്തുണ്ടാകാം കേട്ടോ, ഇതിനകത്തുണ്ടാകാം. ഞാൻ മറുഭാഗം നോക്കിയിട്ടില്ല, വീഡിയോ ഓൺ ചെയ്യാത്തവരെ നോക്കിയിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഓക്കെ, വീഡിയോ ഓൺ ചെയ്ത് കണ്ടവരെ ഞാൻ പറഞ്ഞത്. അപ്പം ചർച്ചിനകത്ത് ഉപവാസ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞാൽ ഭൂരിഭാഗവും ദിവസങ്ങൾ ക്ലാസ്സുകളാണ് എടുക്കുക. റോമാലേഖനം, എഫേസ്യ ലേഖനം, ലേഖനങ്ങളെ, കൊലോസ് ലേഖനം, ക്ലാസ്സുകളാണ് എടുക്കുക ഉപവാസ പ്രാർത്ഥന. ആദ്യത്തെ 2-3 സെക്ഷനൊക്കെ ഭയങ്കര ശുദ്ധീകരണത്തിന്റെ സെക്ഷനിലായിരിക്കും. അത് കഴിഞ്ഞ് 2-3-4 ദിവസങ്ങളിലേക്ക് കയറി. 7 ദിവസമൊക്കെ ആണെങ്കിൽ അതിന്റെ 3-4 ദിവസത്തിലേക്ക് കയറിയ 3 ദിവസമാണെങ്കിൽ 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒട്ടുമിക്ക ആളുകളുടെയും ദൈവശക്തി തൊട്ടിട്ടുണ്ടാകും. ഒട്ടുമിക്ക ആളുകളെയും, നല്ലൊരു കൂട്ടം ആളുകളെ ദൈവശക്തി തൊട്ടിട്ടുണ്ടാകും. ഉഷേച്ചി ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതിന് കാരണം എത്രയേ ഉള്ളൂ, ആ 3 ദിവസം ഇവർ വേറെ ഒന്നിലും ഇടപെട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി വേഗം പ്രാർത്ഥിച്ച്, അപ്പൊ തലേദിവസം പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഭാഗം വായിച്ചു വരാൻ, ആ ഭാഗം ധ്യാനിച്ച് ഒരു വേഗം കിട്ടിയ വഴിക്ക് അവർ ഓടിപ്പടച്ചു പോന്നു. വീട്ടിലെ ഭർത്താവിനും മിണ്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല, കൊച്ചുങ്ങളോട് മിണ്ടാൻ. അവരെ മനസ്സ് മൊത്തം വാചനവും പ്രാർത്ഥനയുമാണ്. 2-3 ദിവസം ഇത് മൊത്തം അകത്ത് നിറഞ്ഞപ്പോ 3-ാം ദിവസം ശക്തി അങ്ങ് ഓപ്പണായി. ചോദിച്ചു നോക്കുക, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ സാക്ഷികൾ. അത് എന്നാൽ 4 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച വരുമ്പോൾ ഏകൻ ചങ്കരം കൽപ്പഴും കോക്കനട്ട് കയറാറുണ്ട്. കാരണം എന്താ, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലെ പ്രായോഗിക തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിരാശ വന്നു, വിഷമം വന്നു, വേദന വന്നു. അപ്പൊ ചിലരോട് ചോദിക്കണം, അതെന്താ ഉപവാസ പ്രാർത്ഥന മാത്രം, അത് പിന്നെ അടുത്ത ദിവസം വരായിരുന്നു എന്താ? കാരണം ഇതാണ്, അടുത്ത 3-4 ദിവസം അവരുടെ വിഷയങ്ങളുടെ അകത്ത് കുരുങ്ങി. അപ്പൊ ഈ സൂം വെയിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലെ അക്ഷരാർത്ഥത്തിൽ ദൈവശക്തി ഇറങ്ങും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അടുത്ത ദിവസം നാളെ നിങ്ങൾ വരുന്നത് വരെ, നാളെ പകൽ സെക്ഷൻ രാത്രി സെക്ഷൻ വരുന്നത് വരെ നിങ്ങളുടെ മനസ്സിനെ മറ്റൊന്നും തൊടാൻ, സ്വാധീനിക്കാൻ അനുവദിക്കാതിരിക്കുക. സങ്കല്പം മാറ്റുക. എപ്പോഴും വചനം ധ്യാനിക്കുക. ഈ വേർഡുകൾ പ്രഖ്യാപിക്കുക.
ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ റെവലേഷനുകളാൽ നിറച്ചാൽ, ഈ ചില ആൾക്കാർ നിറയ്ക്കുന്ന എന്താ അറിയോ? ചില ആൾക്കാർ നിറയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗം, ദൈവം എന്നെ PC നാക്കി കൊണ്ടു. ഞാൻ ഇന്ന് വരെ നിറച്ചിട്ടില്ല. അത് ഒന്നാമത് എനിക്ക് പോണ്ട അങ്ങോട്ട്, രണ്ടാമത് എനിക്ക് അങ്ങനെ ആഗ്രഹം, എന്നോട് ദൂത് പറഞ്ഞാൽ ഞാൻ എന്റെ അകത്തത് നിറക്കിയല്ല. ഹലോ, നിറയ്ക്കേണ്ടത് അവനെയാണ്. നിറയ്ക്കേണ്ടത് അവന്റെ നിറവുകളാണ്. അപ്പൊ PC നാക്ക് വരണമെങ്കിൽ PC നാക്ക്, OC നാക്ക് വരണമെങ്കിൽ OC, ഏത് നാക്ക് വേണേലും വരും മക്കളെ. ഞാൻ OC നാക്ക് കണ്ടല്ല ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ അവന്റെ നിറവുകൾ നിറയാൻ പ്രാർത്ഥിക്കും. എനിക്കറിയില്ല, നിങ്ങൾ പിണങ്ങാൻ സാധ്യയില്ല. PC നാക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എന്തോ ഒരു വലിയൊരു കൺവെൻഷന്റെ അല്ല, എന്തോ ഒരു വലിയ മീറ്റിങ്ങിന്റെ കാര്യം. നിങ്ങളുടെ കാര്യം അല്ല അത് പറഞ്ഞു. പ്രസംഗകന്മാരൊന്നും വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അകത്തുള്ള ചിന്ത PC നാക്കാണ്. അത് അങ്ങനെ പ്രവചിക്കുന്ന കുറെ പ്രവാചകന്മാരും ഉണ്ട്. അപ്പൊ ഇത് കേട്ട് അവർ നടക്കുക. മക്കളെ, ഇതൊന്നുമല്ല, ഒരു ദൂതും അല്ല. അക്ഷരാർത്ഥത്തിൽ പറയാം, ക്രിസ്തു എന്നിൽ നിറയും. അവൻ എന്നിൽ നിറയും. അവനെ എന്നിൽ നിറയ്ക്കും. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് ഞാൻ. ഒന്ന് പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞു. നമുക്ക് നിർത്താം. സമയം 9:30. ആ വാക്കൊന്ന് പറഞ്ഞു നിർത്തോ. ആര് ദൂത് പറഞ്ഞാലും പറഞ്ഞില്ലേലും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് ഞാൻ. അത് ഞാൻ പിടിക്കും. അത് ഞാൻ വലിച്ചെടുക്കും. അത് ഞാൻ സ്വീകരിക്കും. അത് ഞാൻ പിടിച്ചടക്കും. കണ്ണുകൾ നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ച്. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഈ പ്രസംഗം നിങ്ങൾ ഇതിന്റെ പ്രസംഗമായിട്ട് കാണരുത് കേട്ടോ. ഇതിന്റെ പ്രസംഗമായിട്ട് കാണരുത്. ദൈവാത്മാവ് എന്റെ അകത്ത് തുറന്നത് ഞാൻ നിങ്ങളിലേക്ക് പകരുകയായിരുന്നു. ഒരു വലിയ പ്രസംഗവും പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ പറ കർത്താവേ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവാണ് ഞാൻ. അങ്ങ് നിറവായ പുത്രനെ എനിക്ക് തന്നല്ലോ. എന്റെ അകത്ത പുത്രനോ ഇത് കാണാൻ എന്റെ കണ്ണൊന്ന് തുറക്കപ്പ. എന്തിനാ കഴുകനായ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൂടെ ജീവിക്കുന്നത്? എനിക്ക് പറക്കാൻ 2 നല്ല ചിറക് തന്നിട്ടുണ്ടല്ലോ. പറ, ഒരു വാക്ക് ദൈവത്തോട് പറ. അങ്ങനെ ആത്മമണ്ഡലത്തിൽ പറക്കാനുള്ള തുറവികൾ വ്യക്തികളുടെ മേൽ കർത്താവ് തുറക്കുന്ന എന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ദൈവാത്മാവ്. തോമസ് സെബാസ്റ്റ്യൻ ബ്രദറെ അങ്ങനെ പ്രാർത്ഥിച്ചു. ഉഷ ജോസഫ് സിസ്റ്ററെ, ആന്റി അങ്ങനെ പ്രാർത്ഥിച്ചു. ആ നിറവുകൾ തുറക്കാൻ തുടങ്ങിയാൽ വാഴ്ചകളും അധികാരങ്ങളും നിന്റെ കാൽ കീഴാകും. ഷീജ കുമാർ വീട് ഭവനം അങ്ങനെ പ്രാർത്ഥിച്ചു. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽ കീഴാക്കി. ഈ നിറവ് വെളിപ്പെട്ടാൽ സകലതും നിന്റെ കാൽ കീഴാണ്. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോജി ബ്രദർ പ്രാർത്ഥിക്കാം. ജോജി ബ്രദർ. ഹല്ലേലൂയ. സ്തോത്രം.